നമസ്കാരം ഷൗക്കത്ത് സർ, ഞങ്ങളുടെ ഈ ചെറിയൊരു സൗഹൃദ വേദിയിലേക്ക് എത്തിയതിന്. അപ്പൊ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട്, ഷൗക്കത്ത് സാറിനെ വിനോദിന്റെ ചേട്ടന്റെ മോനൊരു ഫോളോവർ ആണ്, രതീഷ് ഫ്രം ദുബായ്. അപ്പൊ അങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഞാനിങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് കണക്ട് ചെയ്തു. അപ്പൊ ഇന്ന് നമുക്കൊരു ഓഷ്പീസസ് ഡേയും കൂടെ ആണ്, ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, കാരണം സാധാരണ തിരുവോണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് ഇത് വരാറുള്ളത്. ഇന്ന് ശരിക്കും കണ്ണുർ നോക്കിയപ്പോൾ ഇന്നാണ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അങ്ങനെയുള്ളൊരു ദിവസം തന്നെ ഇദ്ദേഹത്തെ നമുക്ക് കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പൊ ഇവിടെ വന്ന് എത്തിയ എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്താ പറയുക, ഞാനിപ്പോൾ ഷൗക്കത്ത് മാഷ് തന്നെ മാഷിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവോ? കാരണം ഒത്തിരി അറിയാനുണ്ട്, എത്ര പറഞ്ഞാലും അത് സാർ മാഷിന്റെ വാക്കുകളിൽ തന്നെ എന്താണ്, എവിടെ നിന്നാണ് ഈ യാത്ര തുടങ്ങിയത്, ഏതാണ് ഞങ്ങൾക്ക് വേണ്ടി അറിവൊന്ന് പങ്കുവെക്കൂ. ഒരു വല്ലാത്ത ചോദ്യമാണ്. ഞാന് കഴിഞ്ഞൊരു 5 വർഷമായിട്ടൊരു പുതിയ പുസ്തകം എഴുതാനുള്ള ഒരു ശ്രമത്തിലാണ്. മനുഷ്യൻ എന്ന പ്രതിഭാസം എന്നാണ് ആ ബുക്കിന്റെ ഒരു ടൈറ്റില്. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയേ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നുണ്ടായതാണ്. ഒരു സമാധാനത്തിന് വേണ്ടി ഇത്രമാത്രം അന്വേഷിക്കേണ്ട ഒരു ജീവിയായി പോയത് എന്തുകൊണ്ടാണ്? ഇതായിരുന്നു എന്നും എൻ്റെ ചോദ്യം. കാരണം മറ്റ് ജീവികൾക്ക് അത്ര സമാധാനത്തിന് വേണ്ടി അന്വേഷിക്കേണ്ടി വരുന്നില്ല. നമ്മൾ ഒരുപാട് അന്വേഷിക്കുകയും ഈ അന്വേഷിച്ച് കണ്ടെത്തിയ വഴികളൊക്കെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഒരു സ്പിരിച്വൽ എന്ന് പറയുന്ന അന്വേഷണമാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുള്ളത് മനുഷ്യന്റെ വളരെ നാച്ചുറലായിട്ടുള്ള പല ക്വാളിറ്റീസിനെയും അത് നശിപ്പിച്ചിട്ടുണ്ട്. ചില ഗോളുകൾ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ജീവിക്കേണ്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല ജീവിതത്തെയും അത് ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് ഒരുപാട് ഐഡന്റിറ്റിയിൽ ജീവിക്കേണ്ട ഒരു ഗതികേടുണ്ട് മനുഷ്യന്. മറ്റു ജീവികളെ ഒരു പൂച്ചയ്ക്ക് ഒരു പൂച്ചയായിട്ട് ഇരുന്നാൽ മതി. നമുക്ക് ബെഡ്റൂമില്, ഡൈനിങ് ഹാളില്, പുറത്ത്, അകത്ത് ഓരോ മനുഷ്യരോടും ഒരേ രീതിയിൽ പെരുമാറേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അത്രമാത്രം കണ്ടീഷൻഡാണ് നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് അഭിനയിക്കണം, ആർട്ടിഫിഷ്യൽ ആവണം, നാച്ചുറലായിട്ടിരിക്കാൻ കഴിയാത്ത ജീവിയും കൂടിയാണ് നമ്മൾ. പറയാൻ പറ്റും കവിത പോലെ ഞാൻ വളരെ നാച്ചുറലായിട്ട് ഇരിക്കുന്ന ആൾ. നാച്ചുറലായിട്ടിരുന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, എല്ലാവരും കൊന്നുകളയും. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് ആകപ്പാടെ സത്യസന്ധമായി നോക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. ഒരു ഭാഗത്ത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോഴും വളരെ സൗമ്യമായിട്ട് ജീവിക്കാവുന്ന ഒരു സാധ്യതയും കൂടി മനുഷ്യനിലുണ്ട്. ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു സ്ട്രഗിൾ എന്തുകൊണ്ടുണ്ടായി എന്നുള്ള ഒരു അന്വേഷണം എപ്പോഴും ഉണ്ടായിരുന്നു. നാരായണ ഗുരുവിന്റെ ജന്മദിവസമാണ്. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുസ്ഥാനത്തിരിക്കുന്നത് ഗുരുവാണ്. ഗുരുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വരിയുണ്ട്. ഉലകവും ഉള്ളതുമായി കലർന്നു നിൽക്കും നില വലിയൊരു നീതികേട് ഇതത്രേ. ഒരു നീതികേടിനെ കുറിച്ച് ഗുരു പറയുന്നതാണ്. നമ്മളെപ്പോഴും ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഹാർമണിയെ കുറിച്ചാണ് എപ്പോഴും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അന്വേഷണം എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഒരു ഹാർമണിയാണ് എപ്പോഴും പറയുക. പക്ഷെ ഈ ഹാർമണിയുടെ ഒരു ലോകത്തെ മാത്രം കണ്ട് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ലോകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കഥകളാണ് കൂടുതലും നമ്മൾ കേട്ടിട്ടുള്ളത്. ഹാർമോണിയസ് ആയിട്ടുള്ള ഈ ലോകം എല്ലാം ഒന്നാണ്, ഇവിടെ ഒരു ഡിവിഷൻ ഇല്ല. ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാം, ഇതിൽ നോക്കുമ്പോൾ ആരും കാണുന്നില്ലല്ലോ. ഇപ്പൊ ഡിവിഷൻ ഇല്ല,
എല്ലാം ഒന്നാണ്, വളരെ സുന്ദരമാണ്, ആനന്ദമാണ്, ബ്രഹ്മമാണ്, ആത്മാവാണ്, എല്ലാം ദൈവ സംസൃഷ്ടമാണ്. ഇങ്ങനെയുള്ള ഒരു ലോകത്തെയാണ് നമ്മൾ കൂടുതലും അവതരിപ്പിക്കുക. പക്ഷെ നമ്മുടെ ജീവിതം അങ്ങനെയൊന്നും. സത്യത്തിലേക്ക് നോക്കുമ്പോൾ അത് നമ്മൾ നുണ പറയുന്നതാണ്, അല്ലെങ്കിൽ ഭാഗികമായ സത്യം. ഒന്നുകിൽ നമ്മൾ നമ്മളെ പറ്റിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സത്യത്തിന്റെ ഒരു മുഖം മാത്രം. പറ്റിക്കലല്ല, ഒരു ഫേസ് അതാണ്. ഒരു ഡയമെൻഷനിൽ ഒരു മലയുടെ മുകളിൽ കയറി നിന്ന്, അല്ലെങ്കിൽ ഹിമാലയത്തിലോ അല്ലെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ഒരു കടൽ തീരത്തോ എവിടെയെങ്കിലും നിന്ന് നമ്മൾ ഈ പ്രപഞ്ചത്തെ നോക്കി കാണുമ്പോൾ എല്ലാം ഹാർമോണിയസ് ആണ്. നമുക്ക് ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും, വളരെ മനോഹരമാണ്. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളും നമ്മൾ ഒരുമിച്ച് പോയ ആളും നമുക്ക് അതുവരെ പരിചയമില്ലാതെ നിൽക്കുന്ന ആളുകളൊക്കെ നമ്മളെപ്പോലെ തന്നെ നമുക്ക് നമ്മളിൽ നിന്ന് അന്യമല്ല എന്ന് തോന്നും. എല്ലാവരോടും നമുക്ക് സ്നേഹം തോന്നും, വാത്സല്യം തോന്നും, ചേർത്ത് നിർത്താൻ തോന്നും. അത് ഒരുമയുടെ ഒരു വലിയൊരു പ്രപഞ്ചം. ആ സമയത്ത് അറിയാതെ ഒരാൾ വന്ന് തോളിൽ തട്ടിയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ അയാളൊരു നോട്ടം നോക്കും. ആ സമയത്ത് തന്നെ ഏറ്റവും ഹാർമോണിയസ് ആയിട്ട് നിൽക്കുന്ന സമയത്തും നമ്മളെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ഷൻ ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ, നമ്മൾ എത്ര ഉദാത്തമായ ആശയത്തിൽ വിശ്വസിക്കുന്ന ആളായാലും ഏതൊക്കെ തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ആളായാലും നമ്മൾ അയാൾ നോക്കുന്ന ഒരു നോട്ടം അയാൾ നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഒരാളെ പോലെ, ശത്രുവിനെ പോലെ ആയിരിക്കും. ഇനി നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, നമ്മുടെ ജീവിതം തന്നെ കൊടുത്തിട്ട് ഇനിയുള്ള എൻ്റെ ജീവിതം മുഴുവൻ ഈ ആൾക്കുള്ളതാണ്, ഈ ആൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആള്, അത് നമ്മുടെ മക്കളാവാം, ഭാര്യയാവാം, ഭർത്താവാം, സുഹൃത്താവാരും ആവാം. നമ്മളുടെ ഇഷ്ടത്തിനെതിരെ എന്തെങ്കിലും ഒരു വാക്കും, എന്തെങ്കിലും ഒരു കാര്യം, ആ നിമിഷം അയാൾ നമുക്ക് ശത്രുവാണ്. ഞാൻ പറഞ്ഞ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ കാര്യമല്ല പറയുന്നത്. മിത്രത്തെ പോലും സ്നേഹിക്കാൻ കഷ്ടപ്പെടുന്ന ജീവിയാണ് മനുഷ്യൻ. നമ്മള് ജീവിതകാലം മുഴുവൻ സ്നേഹത്തിലായിരിക്കണം എന്ന് കരുതുന്ന ഒരാളെ സ്നേഹിക്കാൻ പ്രയാസപ്പെടുന്ന ജീവിയാണ്. അതെന്തൊരവസ്ഥയാണ്. മക്കളായാലും ഭാര്യയായാലും ഭർത്താവായാലും എന്നും സ്നേഹത്തിലായിരിക്കണം. സ്നേഹത്തിന് നമുക്കൊരു കുറവില്ല. പക്ഷെ ആ സ്നേഹം നിലനിർത്താൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ഹാർമോണിയസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ചെറിയൊരു കാര്യം മതി, വെറുതെ ഒരു ചായയിലെ പഞ്ചസാര കൂടിയാണ്, അല്ലെങ്കിൽ ഒരു പറയുന്നൊരു കാര്യം ആള് കേൾക്കാതെ, ചിലപ്പോൾ കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല, കേൾക്കാതെ പോയ പോലെ തോന്നിയാൽ മതി, ആ ആളായിട്ട് യുദ്ധമാണ് നമുക്ക്. അപ്പൊ ഒരു ഭാഗത്ത് സ്നേഹം എന്ന് പറയുന്ന റിയൽ ആയിട്ടുള്ള ലവ് ഇല്ലെന്ന് വെച്ചാൽ ഉണ്ട്. വളരെ സ്നേഹത്തിൽ നമ്മളായിരിക്കുന്ന ഏറ്റവും പാരസ്പര്യത്തിൽ ഇനി ലോകം മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള സ്നേഹത്തിന്റെ ഏറ്റവും ആഴം അനുഭവിക്കുന്നു. അതേസമയം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കുഞ്ഞു കാരണത്താൽ ഒരൊറ്റ ചവിട്ടിന് കൊന്നു കളയാൻ തോന്നുന്ന രീതിയിലുള്ള, ചിലപ്പോൾ ആ തലയുടെ ചുമരിലൊരു അടി അടിച്ചിട്ട് അങ്ങ് കൊല്ലാൻ തോന്നും. ആരെ? മക്കളെ, ഭാര്യനെ. എവിടെയെങ്കിലും പോയി ചത്ത് കിട്ടിയാൽ മതി എന്ന് ഒരിക്കലെങ്കിലും പ്രിയപ്പെട്ട ആളെ കുറിച്ച് പറയാത്ത ഒരാൾ പോലും ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടില്ല എന്നാണ് ഗുരുനിത്യ പറയുന്നത്. സത്യസന്ധമായിട്ട് നമ്മളെ കാണുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ ഗുരുനിത്യയുടെ അടുത്ത് എത്തുമ്പോ എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഞാൻ 23-ാമത്തെ വയസ്സിലാണ് ഗുരുനിത്യയുടെ അടുത്ത് എത്തുന്നത്. അപ്പൊ അതിനു മുൻപ് ഒരുപാട് യാത്ര ചെയ്തു, കുറെ സൂഫികളുടെ കൂടെ താമസിച്ചു, കുറെ മിസ്റ്റിക്കുകൾ, അവധൂതന്മാർ, ഇങ്ങനെയുള്ളവരുടെ കൂടെ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കഴിയാനൊക്കെ പറ്റി. പിന്നെ പലതരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസുകൾ, പ്രാണായാമ, ധ്യാനമൊക്കെ ജീവിച്ച് ഇങ്ങനെ ഒരു കൊള്ളാവുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ എന്ന്. കാര്യം നമ്മൾ കൂടുതൽ കാലം ചെയ്താൽ നമ്മൾ കൊള്ളാവുന്ന അവസ്ഥയിലാവണല്ലോ. അങ്ങനെയാണല്ലോ. ഞാൻ ഇത്ര കാലം ധ്യാനം തുടങ്ങിയിട്ട് അപ്പൊ നമ്മൾ തന്നെ ഞാനിപ്പോ കൊള്ളാവുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം ഞാൻ സ്പിരിച്വൽ ആണ്, ഞാൻ ഇത്ര നാൾ ഇന്ന ധ്യാനിച്ചിട്ടുണ്ട്, മിസ്റ്റിക്കുകളുടെ കൂടെ താമസിച്ചിട്ടുണ്ട്, സൂഫികളുടെ കൂടെ റോഡ് സൈഡിൽ താമസിച്ചിട്ടുണ്ട്, കാട്ടിൽ താമസിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് ഞാൻ കൊള്ളാവുന്ന ഒരു അവസ്ഥയിൽ തന്നെ എത്തിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ തന്നെയാണ് അത് ചെയ്യുന്നത്. റിയൽ ആയിട്ടുള്ള നമ്മളെ മനസ്സിലാക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിച്ചിട്ട്. അപ്പൊ ഒരുവിധം കൊള്ളാവുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമായിട്ടാണ് ഞാൻ ഗുരുവിന്റെ അടുത്ത് എത്തുന്നത്. ഇനി ഒരു ഗുരുവിന്റെ ഒരു റിയൽ ടച്ചും കൂടി കിട്ടിയാൽ ഈ പറയണ മറ്റേ പദത്തിലേക്ക് അങ്ങ് എത്താൻ പറ്റും. ഒരു ഗുരുവിന്റെ റിയൽ ടച്ച് വേണം.
ആ ടച്ച് തരാവുന്ന ഒരു ഗുരുവാണ്. ഗുരു വളരെ ഉയർന്ന അവസ്ഥയിൽ ഇരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയും കൂടെ ഒന്ന് കുറച്ച് ജീവിച്ചാൽ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ആ ഒരു സ്വർണ്ണ പേടകം തുറന്നു കിട്ടും എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഗുരുനിത്യയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പൊ ഗുരുവിന് അന്ന് ഞാനൊരു 71 വയസ്സ് പ്രായമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം 75-ാമത്തെ വയസ്സിലാണ് സമാധിയാവുന്നത്. അപ്പൊ ഗുരുവിന്റെ ഓട്ടോബയോഗ്രഫി ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഓട്ടോബയോഗ്രഫിയുടെ ഒരു ആമുഖം ഞാൻ അവിടെ ചെന്നിട്ട്, ഞാൻ ചെല്ലുന്ന ആദ്യത്തെ ദിവസങ്ങളിൽ ഈ ആമുഖം എഴുതിയത് ക്ലാസ്സിൽ ഒരാൾ വായിക്കും. അപ്പൊ അതിൽ ഗുരു ആമുഖത്തിൽ പറയുന്ന ആദ്യത്തെ ഒരു പാരഗ്രാഫ്, എനിക്കിപ്പോൾ 71 വയസ്സ് കഴിഞ്ഞു. എന്റെ ഗുരു നടരാജ ഗുരു ഇപ്പോൾ ജീവിച്ചിരുന്നു എന്ന് കരുതുക. എന്നേക്കാൾ സ്വാധീനം ചെലുത്തുന്ന ഒരു ശിഷ്യൻ നടരാജ ഗുരുവിന്റെ അടുത്ത് വന്നാൽ ഈ 71-ാം വയസ്സിലും എനിക്ക് അയാളോട് അസൂയ തോന്നും. അപ്പൊ എന്റെ അസൂയൊക്കെ പോയിട്ട് 17-ാമത്തെ വയസ്സിൽ ഏകദേശം പോയിട്ടുണ്ട് ധ്യാനിച്ചിട്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെ ദേഷ്യം പോയി, മത്സരം പോയി, വെറുപ്പ് പോയി. ആ ഒരു പരമാത്മാവുമായിട്ടുള്ള ബന്ധം മാത്രമായിട്ടാണ് ഈ ഗുരുവിന്റെ അടുത്ത് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്നൊന്ന് തൊട്ടിട്ട് ആത്മസാക്ഷാത്കാരം തരേണ്ട ആൾ പറയാണ്, ഈ 71-ാമത്തെ വയസ്സിലും എന്റെ ഗുരു ജീവിച്ചിരുന്നാൽ എന്നേക്കാൾ അദ്ദേഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരാൾ വന്നാൽ എനിക്ക് അയാളോട് അസൂയ തോന്നും. പക്ഷേ എന്റെ അസൂയ അയാൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ പ്രതികരണമായി വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. പക്ഷെ അസൂയയെ ഞാൻ പഴിക്കില്ല. എനിക്ക് തരിയില്ലാത്ത മുന്തിരി ആവണ്ട, എനിക്ക് മുള്ളില്ലാത്ത ചെടിയിലെ പനിനീർ പൂവാവണ്ട. ഇതായിരുന്നു ആ സെന്റൻസ്. അത് കേട്ടപ്പോൾ ഞാൻ എന്നെ കാണുകയായിരുന്നു. ഞാൻ എന്നെ പറ്റിക്കായിരുന്നു ധ്യാനിച്ചിട്ട്. ഞാൻ ഒരുപാട് അസൂയൻ്റെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഞാനത് കാണാത്ത ഭാവം നടിച്ചു. പലരോടും വെറുപ്പ് തോന്നിയിട്ടുണ്ട്. അതൊന്നും കാണാത്ത ഇതൊന്നും ബാധിക്കാത്ത ഒരാളാണെന്ന് ധരിച്ചിരിക്കുന്ന, അവിടെയാണ് ഒരു റിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യനെ എന്താണെന്നുള്ളതും ഒരാൾ സ്പിരിച്വൽ ആവുക എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും അത് എന്തെങ്കിലും ഓവർകം ചെയ്യലല്ല എന്ന്, ട്രാൻസെൻഡ് ചെയ്യല അല്ല എന്ന്, ഒരു ട്രാൻസ്ഫോർമേഷനും നമ്മളിൽ സംഭവിക്കില്ല എന്ന് ഞാൻ ആദ്യമായിട്ട് റിയലൈസ് ചെയ്യും. അത് തന്നൊരു ആശ്വാസം ചെറുതുണ്ട്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒന്ന് കോൺഷ്യസ്നെസ്സിലില്ല. എന്തൊക്കെ നമ്മളുടെ ബോധത്തിലുണ്ടോ അതൊക്കെ അവിടെ എന്നും ഉണ്ടായി. വെറുപ്പും വിദ്വേഷവും അസൂയയും കുരുട്ടും കുശുമ്പയും കുന്നായ്മയും എവരിത്തിങ്. പക്ഷെ അതിനെ മാനേജ് ചെയ്യാൻ ഈ ഒരു മാനേജീരിയൽ സയൻസിന് പറയുന്ന പേരാണ് സ്പിരിച്വാലിറ്റി. അല്ലാതെ ഇതൊക്കെ ഒരു ദിവസം ഇല്ലാണ്ടായി ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഇതൊന്നും പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥയിലാണ് പലരും ഇരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നത് അവരുടെ കൂടെ നമ്മൾ 3 ദിവസത്തിൽ കൂടുതൽ ജീവിക്കാത്തതുകൊണ്ടാണ്. സ്റ്റേജിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇവര് പരമമായ ആനന്ദത്തിൽ മാത്രമാണ്. ഇത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു അപകടമുണ്ട്. നമുക്കുകളൊക്കെ കുറഞ്ഞവരാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇത് അവകാശപ്പെടുന്നു ജീവിച്ചവരും ഇപ്പൊ നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള സ്പിരിച്വൽ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നവരൊക്കെ യാതൊരു തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ ദേഷ്യമോ ഇമോഷൻസിന്റെ ഇൻബാലൻസിങ്ങോ ഇല്ലാതെ ഇങ്ങനെ പരമസ്വച്ഛമായ ആകാശത്തിൽ ഇങ്ങനെ കഴിയുകയാണെന്ന് അവരെങ്ങനെ കഴിയുന്നതുകൊണ്ട് നമുക്ക് വിരോധമല്ല. പക്ഷെ നമ്മളങ്ങനെ തെറ്റിദ്ധരിച്ചാൽ നമുക്ക് നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾക്ക് എന്താ കുഴപ്പമുണ്ടെന്ന് സെൽഫ് റെസ്പെക്ട് ഇല്ലാത്തവരായിട്ടാണ്. ഒരു സ്പിരിച്വൽ ടോക്ക് കേട്ട് ഇറങ്ങി വരുന്ന ആളുടെ മുഖം ആകെ നിരാശയാണ്. ഞാനൊക്കെ എന്ത് ജീവിതമാണ് ജീവിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മളൊരു നുണ കേട്ടിട്ടാണ് ഇറങ്ങി വരുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. നല്ലൊരു നുണ കേട്ടിട്ട് ഇറങ്ങി വരിക, നമ്മളോട് നമ്മുടെ സെൽഫ് റെസ്പെക്ട് ഒക്കെ പോകും. ആളുടെ കൂടെ ആ പറഞ്ഞ ആളുടെ കൂടെ 10 ദിവസം പോയി ജീവിച്ചാൽ അത് മാറും. എനിക്ക് ഗുരുവിന്റെ കൂടെ ജീവിച്ചപ്പോൾ അത് മാറി. തുടക്കത്തിൽ തന്നെ മാറി. തുടക്കത്തിൽ തന്നെ അദ്ദേഹം അത് മാറ്റി. ഞാൻ നിന്നെ പോലെ ഒരു മനുഷ്യനാണ്, ഒരു വ്യത്യാസവും. എനിക്ക് ദേഷ്യം വരും, എനിക്ക് അസൂയ വരും. നീ വെറുതെ നിന്നോട് നുണ പറയണ്ട. നീ 4 ദിവസം ധ്യാനിച്ച്, കാരണം നമ്മുടെ കോഴ്സുകളൊക്കെ അങ്ങനെയാണ്. 6 മാസത്തെ ഒരു കോഴ്സ് ദേഷ്യം മാറാൻ, 6 മാസത്തെ കോഴ്സ് വെറുപ്പ് മാറാൻ, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇപ്പൊ നമ്മളങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഞാൻ അതിന്റെ ഇരയായതുകൊണ്ടായിട്ടാണ് പറയും. നമ്മളൊരു ധ്യാനത്തിന് പോയാൽ
ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇപ്പൊ നിങ്ങള് ഈ അനാഹതത്തിലാണ് ഇരിക്കുന്നത്, ഉയർന്ന അവസ്ഥയാണ്. അപ്പോ അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ കൂടെ ചെന്ന് താമസിക്കുമ്പോൾ എന്തൊക്കെയോ പൂർവ്വജന്മ പുണ്യം ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളതെന്നാ പറയാം. അപ്പൊ നമുക്ക് തോന്നുന്നത് നമ്മൾ കൊള്ളാവുന്ന ഒരു അവസ്ഥയിൽ എത്തിയത്. അപ്പൊ പിന്നെ വരുന്നവരോടൊക്കെ നമുക്ക് സഹതാപമാണ്. എന്തെങ്കിലുമൊക്കെ എന്റെ അവസ്ഥയിൽ നിങ്ങൾ എത്തും, ഇവിടെ ഇരിക്കും എന്ന രീതിയാണ് ആ ഭാവം. അങ്ങനെ ഇപ്പോ ഞാനൊരു ഗുരുവിന്റെ കൂടെ ഇരിക്കുമ്പോ ആദ്യം വരുന്ന ഭാവം അതാണ്. അപ്പൊ വരുന്നവരൊക്കെ അസൂയയോടെ എന്നെ നോക്കും. ഷൗക്കത്തിന്റെ ഒക്കെ ഒരു ഭാഗ്യം, എന്തൊരു പുണ്യം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഗുരുവിന്റെ കൂടെ ജീവിക്കാൻ പറ്റിയിട്ടുള്ളത്, നമുക്കൊന്നും ആ ഭാഗ്യമില്ല എന്ന് പറയുമ്പോഴാണ് ഒരു ആശ്വാസം. കാരണം അതുവരെ ഫുൾ ടെൻഷനിലായിരിക്കും ഇരിക്കുന്നുണ്ടാവും. ലോകത്തിലുള്ള ഏത് ബ്യൂട്ടിഫുള്ളായ മനോഹരമായ ഇടത്തും 3 ദിവസം നമ്മൾ ഉയർന്ന അവസ്ഥയിലായിരിക്കും. 4ാമത്തെ ദിവസം നമ്മൾ അത് ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിലായാലും മനോഹരമായ സ്ഥലങ്ങളിലായാലും. ഇപ്പൊ നല്ല സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ആദ്യം ആൾക്കാർ ചോദിക്കും, ഇവിടെ ഒരു 5 സെന്റ് സ്ഥലത്തിന് എന്താവും വില? ആളുകളുടെ ഞാൻ അവിടെ ജീവിച്ചാൽ ഭയങ്കര സമാധാനം കിട്ടുന്നു. ഞാൻ അങ്ങനെ ഗംഗോത്രിയിൽ പോയി ഒരു 3 മാസം താമസിക്കാൻ. ഗംഗോത്രിയിൽ പോയിട്ട്, കാരണം ആദ്യം പോയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ഓരോ ദിവസം സ്വർഗീയമാണ്. ഗംഗയും ഹിമാലയത്തിന്റെ അതിമനോഹരമായ ദൃശ്യങ്ങളും ഇങ്ങനെ കോൾമേർ കൊള്ളും. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇവിടെയൊക്കെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ എന്താ ആനന്ദമായിരിക്കും. അങ്ങനെ അവിടെ ഒരു രാംബാബ എന്ന് പറഞ്ഞിട്ട് ഒരു ബാബ എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പൊ ബാബ എനിക്കൊരു കുടിയ തരാമെന്ന്, താമസിക്കാം വരാമോ. അങ്ങനെ ഞാനൊരു പുസ്തകം എഴുതാനൊക്കെ തീരുമാനിച്ചു. അങ്ങനെ പോണത് ഒരു 3 മാസം അവിടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആലോചിക്കുമ്പോൾ ഇതിന് ഉറക്കം പോലും വരില്ല, ആനന്ദം കൊണ്ട്. അവിടെ ചെന്നു 3 ദിവസം കഴിഞ്ഞു. 4ാമത്തെ ദിവസം മലയിലേക്ക് നോക്കുമ്പോൾ ഒരു മല, ഏതൊരു മലയും പോലെ ഒരു മല, ഒന്നുമില്ല. എന്റെ ബോഡി എക്സൈറ്റഡ് ആവുന്നില്ല, എന്റെ ബ്രെയിൻ എക്സൈറ്റഡ് ആവുന്നില്ല. രസമുണ്ട്, നമ്മളിങ്ങനെ കണ്ടിരിക്കുന്നു, ഏത് മലയും കാണുന്ന പോലെ കൊള്ളാവുന്ന ഒരു സമാധാനമുള്ള കാഴ്ച. എന്റെ എല്ലാ എക്സൈറ്റ്മെന്റും പോയി. അന്ന് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം, മൊമെന്ററി ആണ് എല്ലാ എക്സൈറ്റ്മെന്റും. ആനന്ദം എന്ന് പറയുന്നത്, പരമാനുഭൂതി എന്ന് പറയുന്നതൊക്കെ വളരെ മൊമെന്ററിയാണ്. ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്നിരുന്നാൽ ഒരു വളരെ ആഴത്തിലുള്ള ഒരു അനുഭൂതിയുടെയോ സമാധാനത്തിന്റെയോ ലോകത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഇരുന്നാൽ 3 ദിവസം വരെ നമുക്ക് നല്ല രസമായി. 4ാമത്തെ ദിവസം നമ്മൾ ഫങ്ഷൻ ചെയ്യും. 3 ദിവസം അവരുടെ പ്രസൻസിൽ നമ്മളെ നമുക്ക് മറച്ചു വെക്കാം. 4ാമത്തെ ദിവസം മുതൽ നമ്മൾ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങും. ആ ആള് സാധാരണക്കാരൻ. ഒരു ഗുരുവിന്റെ കൂടെ ഇപ്പൊ ഞാൻ ഇവിടെ ഈ വേഷം മാറി വേറൊരു വേഷത്തിൽ വേറെ ഭാവത്തിൽ ഇരുന്നാൽ നിങ്ങളുടെ അനുഭവം വേറെ. അതേ ഞാൻ നോർമലായിട്ട് നിങ്ങളോട് പെരുമാറുമ്പോൾ നിങ്ങൾ എന്നോട് നോർമൽ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യും. അപ്പൊ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വൈബ്രേഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും ഫീൽ ചെയ്യണ്ടേ. ഞാനൊരു പാലക്കാട് ഭാഗത്തിരിക്കെ ഒരു പ്രഭാഷണത്തിന്, എന്നിട്ട് നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ലോകത്തെ, വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ലോകമുണ്ട്. എൻ്റെ ഒരു ഫേക്ക് ലോകത്തെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ട ഒരു ലോകമാണ്. ഞാന് അവിടെ ഒരു ഗുരുവിന്റെ കൃതി പ്രഭാഷണം നടത്താൻ പറ്റും. ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കാൻ ചെല്ലുന്നത് 10 വർഷം മുൻപ്. അപ്പൊ തലേന്ന് രാത്രി ഒരു വീട്ടിൽ താമസിക്കുന്നു, നെക്സ്റ്റ് ഡേ ആണ് പ്രഭാഷണം. അപ്പൊ എന്നെ കാണാൻ വേണ്ടി നിങ്ങളെപ്പോലെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. ആരും സോഫയിൽ ഇരിക്കണില്ല, ബഹുമാനം കൊണ്ട്. പല കാരണങ്ങളുണ്ട് ബഹുമാനം. ഒന്ന്, ഞാനൊരു ഇസ്ലാം ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച ഒരാൾ. ഇസ്ലാം ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച ഒരാള് ഇങ്ങനെ ഒരു ഗുരുവിന്റെ അടുത്തെത്തുന്നു, എന്നിട്ട് ഗുരുവിനെ ആഴത്തിൽ പഠിക്കുന്നു, പ്രഭാഷണം നടത്തുന്നു. സ്വാഭാവികമായിട്ടും ആളൊരു സംഭവമായിരിക്കും, അല്ലാതെ എത്തൂലല്ലോ. അപ്പോ വളരെ ബഹുമാനത്തിൽ ഇങ്ങനെ ഈ പാതി ചന്തി സോഫയിലും പാതി ചന്തി പുറത്തൊക്കെ ആയിട്ട് എല്ലാവരും ഇരിക്കുന്നു. അപ്പൊ ഒരാൾ എന്നോടൊരു ചോദ്യം ചോദിക്കാം, മോൻ വെജിറ്റേറിയൻ ആയിട്ട് എത്ര കാലമായി? ഞാൻ പറഞ്ഞു, ഞാൻ വെജിറ്റേറിയൻ അല്ല, ഞാൻ മീനൊക്കെ കഴിക്കും. ഞാൻ മീനൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞ ആ നിമിഷം ഈ സോഫയുടെ അറ്റത്ത് തെന്നിരുന്നവരൊക്കെ നേരെ ബാക്കിലേക്ക് എടുക്കാം. അത് ശരി, പിന്നെ എന്തൊക്കെ ഉണ്ട് ഷൗക്കത്ത് വിശേഷം, സുഖം. അപ്പൊ എന്റെ പ്രസൻസ് എവിടെ പോയി? ഒരു മീൻ കഴിക്കുന്നവർക്ക്
കഴിക്കുമെന്ന് പറയുന്നിടത്ത് തീർന്നതായിരുന്നു അതുവരെ അവരെന്നെ അനുഭവിച്ച പ്രസൻസ്. അവനെന്റെ ഞാൻ ഇത് ഈ ബഹുമാനത്തെ, ആ തൊട്ട് മുമ്പുള്ള ബഹുമാനത്തെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ട് ഞാനൊരു സ്പിരിച്വൽ മാസ്റ്റർ ആയിട്ട് ഇരുന്ന എന്തായിരിക്കും അവസ്ഥ? എന്റെ അവസ്ഥ എന്തായിരിക്കും? എന്റെ ജീവിതം പോവില്ല. ഇങ്ങനെ നാട്ടുകാരെല്ലാവരും എന്നെ പറ്റിക്കുകയും ഞാൻ നാട്ടുകാരെ പറ്റിക്കുകയും ചെയ്യുന്ന ഒരു സ്പിരിച്വൽ ലോകമുണ്ട്. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന കൂടുതലുള്ള ഇതായിരുന്നില്ല ഋഷിമാര് നമ്മുടെ, അല്ലെങ്കിൽ നാരായണ ഗുരുവിനെ പോലെയുള്ളവര് മുൻപോട്ട് വെച്ച സ്പിരിച്വാലിറ്റി. അതല്ല. അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചത് സഹനാവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതി തമസ്തുമാ വിദ്വിഷാവഹൈ. നമുക്ക് അത്യാവശ്യമൊക്കെ ഒരുമിച്ച് ഭക്ഷിക്കാൻ കഴിയട്ടെ, നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ കഴിയട്ടെ, നമുക്ക് ഒരുമിച്ച് വീര്യം ഉണ്ടാവട്ടെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം ഉണ്ടാവാതിരിക്കട്ടെ. എന്ത് സിൻസിയറായ പ്രയോഗം. ഒരിക്കലും ഒരു ഗുരു ശിഷ്യനോട് ഞാൻ നിനക്ക് വീര്യം പകർന്നു തരാമെന്ന് പറഞ്ഞിട്ടില്ല. സഹവീര്യം കരവാവഹയുന്നത് നമുക്ക് രണ്ടുപേർക്കും വീര്യം ഉണ്ടാവട്ടെ. നീ എൻ്റെ അടുത്തിരിക്കൂ, നിനക്ക് ഞാൻ വീര്യം പകർന്നു തരാം എന്ന ഒരു വാക്ക് ഉപനിഷത്തിലില്ല. അവിടെ നമുക്ക് രണ്ടുപേർക്കും വീര്യം ഉണ്ടാവട്ടെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം ഉണ്ടാവാതെ. അതിന്റെ അർത്ഥം എന്താ? അപ്പൊ ഗുരുവിന് വിദ്വേഷം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നല്ലേ? ഗുരു അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഗുരുവിന്റെ സത്യസന്ധമായിട്ടല്ലേ പറഞ്ഞത്? നിനക്ക് എന്നോട് വിദ്വേഷം ഉണ്ടാവാതിരിക്കട്ടെ, എന്റെ വിദ്വേഷമൊക്കെ പോയി ഇരിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ടില്ല. എന്റെ ക്രോധം പോയിരിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറയുന്നത്. ഞാൻ വീര്യം പൂർണ്ണമായ ആളാണെന്ന് ഗുരു പറഞ്ഞിട്ടില്ല. ഗുരു ശിഷ്യനിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ഒരുമിച്ച് വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവരുടെ കോൺഷ്യസ്നെസ് ഇതിലെല്ലാം ഉള്ളവരാണ്. ഞാന് അമർനാഥില് ഇവിടെ ബദരീനാഥിൽ പോയിട്ട് ഞങ്ങൾ വസുധാര എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾസ് ബദരിന്ന് പോയിട്ടുണ്ട്. വസുധാരയുടെ സൈഡില് ഒരു വലിയൊരു കെയ്വിൽ ഒരു യോഗി താമസിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യോഗി, റിയൽ ആയിട്ടുള്ള ജമ്മുകൾ എന്ന് പറയുന്ന യോഗി. ഞങ്ങൾ 2-3 പേര് അവിടെ ചെന്ന് അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഞങ്ങൾക്ക് ചായ തന്നു. ആദ്യം ചായ ഇട്ടിരുന്നു, പിന്നെ കടലൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം തന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഈ ഗുഹയുടെ മുമ്പിലൂടെ നോക്കിക്കഴിഞ്ഞാല് ഈ കേദാർ നദിയിലെ മലനിരകൾ ഇങ്ങനെ മനോഹരമായിട്ട് കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇദ്ദേഹത്തിന്റെ കാൽക്കില് അദ്ദേഹം ഒരു മുകളിൽ ഇങ്ങനെ ഇതിലിരിക്കുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ പ്രസൻസ് ആണ് ആൾക്ക്. ഞങ്ങൾക്ക് ഇനി എവിടെയും പോകണ്ട, ഇങ്ങനെ ഇരിക്കുക, ആളിങ്ങനെ മൗനമായിട്ടിരിക്കും. അപ്പൊ ഇനി നമുക്ക് താമസിക്കണമെങ്കിൽ തിരിച്ച് ബദരിയിൽ നടന്നെത്തണം. അപ്പൊ അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, തിരിച്ചു പോകണ്ടേ, താമസിക്കാനുണ്ട്? അപ്പൊ അതിലൊരാൾ പറഞ്ഞു, ഇല്ല ബാബയുടെ ഈ പ്രസൻസിൽ എണീറ്റ് പോകാൻ തോന്നുന്നില്ല. ഇയാൾ പറഞ്ഞ നിമിഷം ബാബ പറയുന്നത് ശരിയാണ്. നേരെ പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഹിമവാന്റെ മുമ്പിൽ നിന്ന് ആർക്ക് എണീറ്റ് പോകാൻ തോന്നും? അതായത് തന്നിലേക്ക് തിരിഞ്ഞപ്പോ ബാബയുടെ പ്രസൻസിൽ നിന്ന് എണീറ്റ് പോകാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോ ബാബ ഉടനെ അത് ക്യാൻസൽ ചെയ്യും. ബാബ എന്റെ പ്രസൻസ് അല്ല നിങ്ങൾ ഈ ഹിമവാന്റെ പ്രസൻസ് ആണ്. ക്യാൻസലേഷൻ, ഇതിനെ നേതി എന്ന് പറയും. ആ ഹിമവാന്റെ സാന്നിധ്യം അനുഭവിച്ചാണ് നമ്മൾ 3 പേരും ഇവിടെ സമാധാനത്തിൽ ഇരിക്കുന്നത്. അതായത് ആ വ്യക്തിയിലേക്ക് തിരിഞ്ഞ ശ്രദ്ധയെ പ്രപഞ്ചത്തിലേക്ക് തിരിച്ചുവിടുന്ന ആൾക്ക് പറയുന്ന പേരാണ്. നമ്മുടെ ഉപനിഷത്ത് ദർശനങ്ങളെല്ലാം പ്രപഞ്ചത്തിലേക്ക് തിരിച്ചുവിടുന്ന ദർശനങ്ങളായിരുന്നു, വ്യക്തി കേന്ദ്രീകൃതമായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഉപനിഷത്ത് ആരെഴുതുന്നത് നമ്മളറിയാം. കാരണം വ്യക്തിയുടെ അഭാവം അനുഭവിപ്പിക്കുക എന്നുള്ളതിന്റെ പേരാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഗുരുവും ശിഷ്യനും പ്രസക്തനാണ്, പ്രപഞ്ചമാണ് പ്രസക്തമായിട്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രപഞ്ച കേന്ദ്രീകൃതമായിരുന്ന ഒരറിവ് വ്യക്തി കേന്ദ്രീകൃതമായി മാറിയതിന്റെ പ്രശ്നങ്ങളാണ് ലൗകികമായാലും ആത്മീയമായാലും ഏത് മേഖലയിലും നമ്മൾ അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്പിരിച്വാലിറ്റിയിലാണ്. അവിടെ വ്യക്തി സെന്റേർഡാണ്, വ്യക്തിക്കാണ് പ്രാധാന്യം, അറിവിനേക്കാൾ പ്രാധാന്യം. ഇപ്പൊ നാരായണ ഗുരുവിന്റെ എന്നോട് പലരും ചോദിക്കും,
നാരായണ ഗുരുവിൽ നിങ്ങൾ അനുഭവിച്ച ഇത്രയും നിങ്ങൾ ഇഷ്ടപ്പെടുത്തുന്ന എന്താണ്? ഞാൻ പറയുന്നത്, ഒന്ന്, അദ്ദേഹം എപ്പോഴും ഗുരുവിന്റെ ലൈഫ് ജീവിതം നമ്മളിങ്ങനെ സ്വതന്ത്രമായിട്ട് വായിക്കുമ്പോൾ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയാണ് ഗുരു ആദ്യം ശ്രദ്ധിക്കുക. ഗുരുവിന്റെ ജീവിതത്തിൽ എപ്പോഴും നമ്മള് ആരെങ്കിലും കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂടി ഈ കൂട്ടത്തിലേക്ക് ചേർക്കുക എന്ന് പറയുന്ന ഒരു പണി ഗുരു എപ്പോഴും ചെയ്യുമായിരുന്നു. രണ്ടാമത് ഗുരു ചെയ്തിരുന്നതിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, എല്ലാവർക്കും വന്ന് കാണാവുന്ന ഒരു സ്പേസിലെ ഗുരു പോയിരിക്കും. അനുവാദം ചോദിച്ച് വരേണ്ട ഇടത്തിൽ ഗുരു ഇരിക്കില്ല. ഏതെങ്കിലും ഒരു അനുവാദം ചോദിച്ച് കാണേണ്ട ഇടത്തിൽ ഗുരു ഇരിക്കില്ല. ഇപ്പൊ ആലുവയിൽ ഇരിക്കുകയാണെങ്കിൽ മുറിയിലല്ല ഇരിക്കുക, ഏതെങ്കിലും ഒരു മരച്ചോട്ടിലുണ്ടാവും. എല്ലാവർക്കും തൻ്റെ അടുത്തേക്ക് ആരുടെയും സമ്മതം ചോദിക്കാതെ കയറി വരാവുന്ന രീതിയിൽ അവൈലബിൾ ആയിട്ടൊരു സ്പേസിൽ പോയിരിക്കും. അപ്പൊ അവിടെ ഒരു തരത്തിലുള്ള ഡിവിഷൻ അനുഭവിക്കേണ്ടി വരില്ല, ഹെയറാർക്കി അനുഭവിക്കില്ല. മുറിയിലിരുന്നിട്ട് ആർക്കും എൻ്റെ മുറിയിലേക്ക് കയറി വരാമെന്ന് പറയല്ലേ ചെയ്യും. ഈ ഹെയറാർക്കി ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമേ അല്ല. ഇപ്പൊ ഒരിക്കലൊരു അമ്പലം പ്രതിഷ്ഠ നടന്നു. അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഗുരു നമുക്ക് ഒരു ആൽമരം വെക്കണ്ടേ അമ്പലത്തിന്റെ മുമ്പിൽ. അപ്പൊ ഗുരു പറഞ്ഞു, ആൽമരം കൊള്ളാം, നല്ല മരം തന്നെ, പക്ഷെ എന്തുകൊണ്ട് പ്ലാവ് വെച്ചു? പ്ലാവാകുമ്പോ തണലും കിട്ടും, ചക്കയും കിട്ടുമല്ലോ. നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ പോകുമ്പോൾ ഗുരു ക്ഷേത്രത്തിനെതിരല്ല, പക്ഷെ ഗുരു പറഞ്ഞു ക്ഷേത്രം നമുക്ക് കുറച്ചും കൂടി നല്ല വെളിച്ചവും കാറ്റും ഒക്കെ കയറുന്ന രീതിയിൽ എല്ലാവർക്കും വരാനും സമാധാനമായിട്ടിരുന്ന് പുസ്തകം വായിക്കാനൊക്കെ കഴിയുന്ന രീതിയിൽ ഉണ്ടാകും. ഒരു റീവാലുവേഷൻ നടത്തുക ചെയ്യുന്ന കാര്യത്തിലൊക്കെ. ഒന്നും വേണ്ടെന്ന് വെക്കുകയല്ല, എന്നാൽ അത് അങ്ങനെ തന്നെ പിന്തുടരുകയല്ല. അതിനെ ഒന്നുകൂടി നവീകരിച്ച് പുതിയ കാലത്തിനും പുതിയ ബോധത്തിനും അനുസരിച്ച് അവതരിപ്പിക്കുക. തീർത്ഥാടനം എന്ന് പറഞ്ഞിട്ടൊരു സങ്കല്പം നമുക്കുണ്ടായിരുന്നു. തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ എല്ലാ ലൗകിക താല്പര്യങ്ങളെയും മാറ്റിവെച്ച്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം മാറ്റിവെച്ച് ദൈവത്തെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് പോകുന്ന യാത്രയ്ക്കാണ് നമ്മൾ തീർത്ഥാടനം എന്ന് പറയുക. ഗുരുവിന്റെ അടുത്ത് വന്നിട്ട്, ഗുരു നമുക്കും ഇവിടെ ശിവഗിരി ഒരു തീർത്ഥാടന കേന്ദ്രമാക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, തീർച്ചയായിട്ടും, പക്ഷെ 2-3 കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ തീർത്ഥാടനത്തിലൂടെ വിദ്യാഭ്യാസ സമ്മേളനം നടത്തണം, ഇവിടെ വ്യാവസായിക സമ്മേളനം നടത്തണം, ഇവിടെ സാഹിത്യം ചർച്ച ചെയ്യണം, ഇവിടെ കല ചർച്ച ചെയ്യണം, ഇവിടെ ലോകത്തിലുള്ള എല്ലാ മതങ്ങളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും സംസാരിക്കണം, അറിവുള്ള ആളുകളെ വിളിച്ച് സംസാരിക്കണം. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു തീർത്ഥാടന സങ്കല്പം. തീർത്ഥാടനം വേണ്ടെന്ന് വെക്കല്ല. തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനെ അതൊരു കുറഞ്ഞതാണെന്ന് കരുതി മാറ്റി വെച്ചിട്ട് കൂടിയ ദൈവത്തെ തേടി നടക്കാനുള്ള യാത്രയല്ല തീർത്ഥാടനം. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ, നമ്മൾ വ്യവഹരിക്കുന്ന മേഖലകൾ, കൃഷി, വ്യവസായം, വായന, കല, സാഹിത്യം, സംഗീതം, ഇതിനെ മുഴുവൻ ഏറ്റവും മൂല്യവത്തായി അവതരിപ്പിച്ച് മനസ്സിലാക്കുന്ന ഒരു ഇടം കൂടി ആവണം നമ്മുടെ തീർത്ഥാടനം. ഇത് വളരെ ആധുനികമായിട്ടുള്ള ഒരു തീർത്ഥാടന സങ്കല്പം. അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം കൊള്ളരുതാത്ത ജീവിതമാണ്. നമ്മളിങ്ങനെ ലൗകികതയിൽ പെട്ടുകിടക്കുന്നവരാണ്. അതുകൊണ്ട് ഒരാഴ്ച ദൈവത്തിന് വിട്ടുകൊടുക്കാമെന്ന് തീരുമാനിക്കുന്ന ഒരു യാത്രയെ കുറിച്ചല്ല ഗുരുവിന്റെ തീർത്ഥാടന സംഘം. നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ ഒന്നുകൂടി ഒന്ന് മാറിയിരുന്ന് ആലോചിക്കാൻ, ഞാൻ എൻ്റെ വീട്ടിലെ ചെടികൾക്ക് ഒന്നും കൂടി ശ്രദ്ധയോടെ വെള്ളമൊഴിക്കേണ്ടതുണ്ട്, ഞാൻ എൻ്റെ വീട് ഒന്നുകൂടി ശുദ്ധിയോടെ സൂക്ഷിക്കേണ്ടതുണ്ട്, ഞാൻ കുറച്ചും കൂടി നല്ല സംഗീതം കേൾക്കേണ്ടതുണ്ട്. ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് കുറച്ചും കൂടി സത്യസന്ധത പുലർത്തേണ്ടതുണ്ട്. ലോകത്തിലുള്ള എല്ലാ മതദർശനങ്ങളും പഠിപ്പിക്കുന്ന ഇടമാവണം തീർത്ഥാടനം. പക്ഷെ നമ്മൾ നമ്മുടെ വീടുകളിൽ എപ്പോഴും നമ്മൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിലാണ് വന്ന് ജനിച്ചത് അതിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുന്നത്. അവിടെ ഗുരു പറയുന്നത്
അത് വേണ്ടെന്ന് വെക്കല്ല, അതിലേക്ക് മറ്റുള്ളത് കൂടി പഠിക്കാം. അങ്ങനെയാണ് സർവമത സമ്മേളനം എന്നുള്ള ഒരു സങ്കല്പം വരുന്നത്. അതിന്റെ 100-ാം വർഷം ഞാൻ എൻ്റെ ഒരു റൂട്ടിൽ നിന്ന് ജീവിക്കുമ്പോൾ അതോടൊപ്പം മറ്റ് റൂട്ടുകൾ, അനേകം റൂട്ടുകളുണ്ട്. ഒരു കാട്ടിൽ പോയ എല്ലാ മരവും നമ്മൾ ആസ്വദിക്കുന്ന രീതിയിൽ അതിലേക്ക് ബാക്കിയുള്ളതിനെ കൂടി കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കുന്ന ഒരു വിശാലത എൻ്റെ ബോധത്തിൽ ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയെ വിട്ടിട്ട് വേറൊന്ന് അന്വേഷിച്ചു പോകുന്നതല്ല തീർത്ഥാടനം. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ ഒന്നുകൂടി വൃത്തിയായും വെടിപ്പായും മൂല്യവത്തായും ജീവിക്കാനുള്ള ഒരു റീവാലുവേഷൻ, ഒരു മനസ്സിലാക്കലിന് വേണ്ടിയായിരിക്കും നമ്മുടെ തീർത്ഥാടനം ഉള്ള ഒരു വളരെ വിശാലമായ മറ്റൊരു സങ്കല്പം കൊണ്ടുവരിക. ഇതുകൊണ്ടൊക്കെയാണ് ഗുരു ലോക ഗുരുവായിട്ട്. ഗുരുനിത്യയുടെ അടുത്ത് എത്തുമ്പോൾ പലമതസാരവും ഏകം എന്ന് പറയുന്ന വാക്കിനെ ഗുരു സ്വതന്ത്രമായി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് സിംഫണി ഓഫ് വാല്യൂസ്. നമ്മൾക്ക് നാരായണ ഗുരു പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒന്നാണ്, ഞാൻ മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നല്ല, അഭിപ്രായം എന്നാണ്. മനുഷ്യന്റെ ജീവിതത്തെ സമാധാനപൂർണമാക്കാൻ പലതരത്തിൽ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ജീവിതത്തെ കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ അവരുടെ സമാധാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആ അർത്ഥത്തിലാണ്, അതൊരു വാല്യൂ ആയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഗുരു അതിന് മതം എന്നുള്ള വാക്കിനെ വാല്യൂസ് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് സിംഫണി ഓഫ് വാല്യൂസ്, ആധുനിക കാലത്ത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒന്നായിരിക്കണം എന്നല്ല. അപ്പൊ മതമില്ലാത്ത ആളൊന്നായിരിക്കട്ടെ, സയൻസിൽ വിശ്വസിക്കുന്ന ആളൊന്നായിട്ടിരിക്കട്ടെ, യുക്തിയിൽ ചിന്തിക്കുന്ന, ഇപ്പൊ സഹോദരൻ അയ്യപ്പൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു, ഒരു യുക്തിവാദിയായിരുന്നു, പക്ഷെ ഗുരുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മതത്തിൽ എവിടെ കൊണ്ടുവന്ന് വെക്കും? അപ്പൊ ഈ ലോകത്തിലുള്ള കല, സാഹിത്യം, സംഗീതം, സിനിമ, ഫിലോസഫി, മിസ്റ്റിസിസം എന്ന് വേണ്ട മനുഷ്യ ജീവിതത്തില് വെളിച്ചമുണ്ടാക്കാൻ സഹായിക്കുന്ന എല്ലാറ്റിനെയും ഒരു മാലയിലെ മണികൾ എന്ന പോലെ കോർത്ത് മനസ്സിലാക്കുന്നതിനെയാണ് ഗുരു പല മതസാരവും ഏകം എന്ന് പറഞ്ഞത്. ആ രീതിയിൽ വേണം അതിനെ പുതിയ കാലത്തിൽ അവതരിപ്പിക്കാൻ എന്നാണ് ഗുരു നിത്യവാദം. അതായത് നാരായണ ഗുരു പറഞ്ഞ പല മതസാരവും ഏകം എന്നുള്ളത് പുതിയ കാലത്ത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ മൂല്യങ്ങളുടെ സ്വരലയം ഉണ്ടാവുമെന്ന് പറയാം, സിംഫണി ഓഫ് വാല്യൂസ് എന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ പുതിയ കുട്ടികൾക്ക് അത് ഓക്കെയാണ്. അവർക്ക് മതം എന്ന് പറയുമ്പോൾ തന്നെ തിരഞ്ഞെടുക്കും. എങ്ങനെയാണ്? എന്നോട് ഒരു കുട്ടി ചോദിച്ചിട്ട്, ഞാൻ കോളേജിൽ പോയപ്പോൾ ഒരു പെൺകുട്ടി എണീറ്റ് എന്നോട് ചോദിച്ചത്, സാർ എനിക്ക് മനസ്സിലാവുന്നില്ല, ഹിന്ദുക്കള് അമ്പലത്തിൽ പോകും, മുസ്ലിംസ് പള്ളിയിൽ പോവുക, ക്രിസ്ത്യാനി ചർച്ചിൽ പോവുക, ഇവര് എന്നിട്ട് അവിടെ പോയിട്ട് ഇരുന്നിട്ട് എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് പറയാം. ഇതെന്തൊരു കോൺട്രഡിക്ടറിയാണ്. മുസ്ലിംസ് എന്ന് പറയുന്ന വിഭാഗക്കാരെ അമ്പലത്തിൽ കയറ്റില്ല, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും അവർ മുസ്ലിം പള്ളിയിൽ പോകില്ല, ചർച്ചിലേക്ക് ഹിന്ദുവും മുസ്ലിം എന്ന് പറയുന്നവർ പോകില്ല. പക്ഷെ 3 സ്ഥലത്തും പറയുന്നത് മനുഷ്യരെല്ലാം ഒന്നാണ്. എനിക്കത് മനസ്സിലാവില്ല. സത്യമല്ലേ അവരുടെ ചോദ്യം? മനുഷ്യർ പലതാണ് എന്ന് പറയല്ലേ ഇത് പലപ്പോഴും ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും വരാവുന്ന ഒരു ഇടം ഉണ്ടാവുന്നതായിരുന്നു ഗുരു പറഞ്ഞത്. അതുകൊണ്ട് നാരായണ ഗുരു അദ്ദേഹത്തിന്റെ തപസ്സൊക്കെ കഴിഞ്ഞ് അദ്ദേഹം മനുഷ്യരിലേക്ക് വന്നപ്പോൾ ആദ്യം എഴുതി വെച്ചത്, ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാവണം ഇത് എന്നാണ്. അതാണ് ആധുനികമായ ആരാധനാലയമായിട്ട് മാറുന്നത്. എല്ലാ മനുഷ്യർക്കും ജാതിയുടെയോ മതത്തിന്റെയോ ആശയങ്ങളുടെയോ ഒന്നും വ്യത്യസ്തതകളില്ലാതെ എല്ലാ മനുഷ്യർക്കും വരാനൊരു സ്പേസ് ഉണ്ടാവും. അങ്ങനത്തെ സ്പേസുകൾ ഇനി ഉണ്ടാവണം എന്നാണ് ഗുരു വിഭാവന ചെയ്ത റീവാലുവേറ്റ്. ഗുരു എന്നാൽ ഇസ്ലാമിനെതിരല്ല, ഗുരു ഹിന്ദുവിനെതിരല്ല, ഗുരു ക്രിസ്ത്യാനിക്കെതിരല്ല. പക്ഷെ ഇതൊക്കെ ഓരോ കാലത്തുണ്ടായെങ്കിൽ ഇനി എല്ലാവർക്കും ഇരിക്കാനുള്ള ഇടം കൂടി ഉണ്ടാവും. അങ്ങനെ ഒരു ഇടം നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ അത് പുതിയ കാലത്ത് ആവശ്യം. കാരണം പുതിയ കുട്ടികൾക്ക് മനുഷ്യരെല്ലാവരും ഒന്നായിട്ടിരിക്കാത്ത ഇടത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഡിവിഷനെതിരാണ് അവരുടെ ഇൻസ്റ്റിങ്ക്റ്റ് തന്നെ എതിരാണ്. നമുക്ക് ഒരുമ ഇങ്ങനെ എല്ലാറ്റിനും, ഇപ്പൊ നിങ്ങൾക്ക് അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കറിയാം, പുതിയ കുട്ടികളോട് ബ്ലാക്സ് എന്ന് പറഞ്ഞു അവരുടെ മുഖം വെറുതെ നമുക്ക് പറയുമ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ.
ബ്ലാക്ക് അല്ലേ, പിന്നെ എന്താ പറയണ്ടത്, വൈറ്റ് എന്ന് പറയാൻ പറ്റും, നമുക്ക് മനസ്സിലാവണില്ല. അവരുടെ അസ്വസ്ഥത നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഗുരുവിന് മനസ്സിലായിട്ടുണ്ട്. കാരണം ഗുരു റെസ്റ്റ്ലെസ് ആയിട്ടുണ്ട്. ജാതിയുടെ മാത്രമല്ല, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ ഗുരുവിനെ സഹിക്കാൻ പറ്റിയിട്ടില്ല. ജാതി മാത്രമല്ല, അതുകൊണ്ട് മനുഷ്യർക്ക് വരാവുന്ന ഒരു ഇടത്തിൽ കുറഞ്ഞൊക്കെ ഗുരുവിന് വിഷമാണ്. അത് നമ്മൾ പുതിയ തലമുറയോട് പറയുമ്പോൾ അവരൊക്കെയാണ്. പുതിയ എല്ലാ മനുഷ്യർക്കും വരാനേ വേണം. ഇത് കൊള്ളാം. ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് ഇങ്ങനെ, ഗുരു ഇങ്ങനെ പറഞ്ഞു, അതിനെ കുറിച്ച് ദാറ്റ്സ് ഗുഡ്. അത് ഞങ്ങൾക്ക് ഓക്കെയാണ്. പക്ഷെ മറ്റത് നമുക്ക് പറ്റുന്നില്ല. ആ കുട്ടി പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച ആളാണ്, പക്ഷെ എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനും കൂടി എന്റെ കൂടെ വന്ന് മുട്ടുകുത്തി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ആരാധനാലയാവുള്ളൂ എന്നാ കുട്ടി പറയാ. ഞാൻ പറഞ്ഞു, മുട്ടുകുത്തി നിൽക്കേണ്ടവർക്ക് മുട്ടുകുത്തി നിൽക്കാനും, ഖുറാൻ ചൊല്ലേണ്ടവർക്ക് ഖുറാൻ ചൊല്ലാനും, ബൈബിൾ വേണ്ടവർക്ക് ബൈബിൾ ചൊല്ലാനും, ഇതൊന്നും ചെയ്യാതിരിക്കേണ്ടവർക്ക് ചെയ്യാതിരിക്കാനും പറ്റുന്ന ഇടമായിരിക്കണം ഒരു ആരാധനാലയം എന്ന് പറഞ്ഞൊരു ഇത്. അത് ഏറ്റവും ആധുനികമായി വരുന്നൊരു ഇത്. ഇപ്പൊ ഇങ്ങനെ ഏത് മേഖല എടുത്താൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നത് ഒന്നും ഗുരു വേണ്ട എന്നല്ല. പ്രാർത്ഥന, ഇനി ഒരു ദേവി വർണ്ണന, ഗുരു ഒരു സ്തോത്രകൃതി എഴുതുകയാണെങ്കിൽ അതുവരെ ദേവിയുടെ കേശാദിപാദ വർണ്ണനകളായിരുന്നു സ്തോത്രകൃതികളെങ്കിൽ ഗുരുവിന്റെ സ്തോത്രകൃതി നേരെ തിരിച്ചാണ്. അത് അറിവിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഉള്ള അറിവാണ്. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശുതൻ മതിമറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം. ഗതിപെറും നാഥഭൂമിയിൽ അമർന്ന് ആവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി കലർന്ന് ആറിടുന്നു ജനനി. ദേവീനെ വിളിച്ചിട്ടുള്ള പ്രാർത്ഥന. പക്ഷെ ദേവിയുടെ കേശവും പാദവും വർണ്ണനൊന്നുമില്ല. അപ്പൊ എന്നാൽ സ്തോത്രകൃതി വേണം. അതിലേക്ക് ഗുരു അറിവിനെ കൊണ്ടുവന്ന് നിറച്ചു. മനുഷ്യർ നൂറ്റാണ്ടുകളായിട്ട് ശീലിച്ച ഫ്രെയിമുകളിലേക്കൊക്കെ കുപ്പി അവിടെ നിലനിർത്തിയിട്ട് വീഞ്ഞു മാറ്റി. കാര്യം ഫ്രെയിം നമുക്ക് പൊളിക്കാൻ പറ്റില്ല, എളുപ്പമല്ല. നമ്മൾ ജെനറ്റിക്സ് പഠിച്ച മനസ്സിലാവും. നമ്മളൊക്കെ ആധുനികമായിട്ട് ചിന്തിക്കുന്നവരല്ലേ. ഒരു കുട്ടിയോടേക്ക് കയറി, എൻ്റെ കയ്യിൽ കുറച്ച് മിഠായി ഇരിക്കുന്നു. ഞാനൊരു മിഠായി എടുത്ത് കൊടുക്കുമ്പോൾ ആ കുട്ടി ഇടത്തെ കൈകൊണ്ട് വാങ്ങിച്ചു. നമുക്ക് എന്താ തോന്നുക? ഫസ്റ്റ് നോർമലായിട്ട് തോന്നും ഇല്ലല്ലോ. ഇടത്തെ കൈക്ക് എന്താ തോന്നും? എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല? നമ്മൾ ആധുനിക മനുഷ്യരല്ലേ, ശാസ്ത്രം പഠിക്കുന്നവരല്ലേ. ഇടത്തെ കൈ നമ്മുടെ ശരീരത്തിൽ വലത്തെ കൈ പോലെ തന്നെ ഒരു അവയവമല്ലേ? അതിന് റെസ്പെക്ട് കൊടുക്കേണ്ടതില്ലേ? പണ്ട് ഇടത്തെ കൈ കൊണ്ട് എഴുതുന്ന കുട്ടികളെ കൊണ്ട് ബലം പ്രയോഗിച്ച് നമ്മൾ വലത്തെ കൈ കൊണ്ട് എഴുതിക്കും. ഇന്ന് ന്യൂറോ സയൻസ് ഒക്കെ ആഴത്തിൽ പഠിച്ചപ്പോൾ ആ പണി നമ്മൾ നിർത്തി. ഇടത്തെ കൈ കൊണ്ട് എഴുതിക്കോട്ടെ എന്നാണ് പറയുന്നത്. പണ്ട് ഇടത്തെ കൊണ്ട് എഴുതുന്ന ശ്രീകരാണ്. നമ്മളുടെ ശരി ശീലിച്ചുറച്ചതാണ്. ആ ശരി എന്നുള്ള വാക്കുണ്ടായതാണ്. ശീലിച്ചുറച്ച ശരികളിലാണ്. ചിന്തിച്ച് ഉറച്ച ശരികളേക്കാൾ നമ്മളെ ഭരിക്കുന്നത് ശീലിച്ചുറച്ച ശരിയാണ്. ശീലിച്ച് ഉറച്ച ശരിയോട് സമരം ചെയ്താൽ മാത്രമേ നമുക്ക് ആധുനിക മനുഷ്യരാകാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരാൾ അറിയാതെ ഏതെങ്കിലും വീട്ടിൽ കല്യാണം കഴിച്ച് ചെല്ലുന്ന ഒരു പെൺകുട്ടി അറിയാതെ ഇടത്തെ കാല് വെച്ച് കയറിയാൽ ജീവിതകാലം മുഴുവൻ ആ പെൺകുട്ടി നിറയിക്കട്ടെ. ഇടത്തെ കാല് വെച്ച് കയറാൻ നമുക്ക് പറ്റും. വലത്തെ കാല് വെച്ച് കയറണ്ടെന്നല്ല, ഒരു കത്തിച്ചു വെച്ച വിളക്ക് അറിയാതെ ഒന്ന് കെട്ടാൽ മതി, തീർന്നു. ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ കണ്ടീഷൻഡ് ആയിട്ട് കിടക്കുന്ന ശരികളാണ്. എത്രയോ ശരികളാണ്. ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു പ്രായമായ ആളുകളേക്ക് വരുന്നു. ഒരു കുട്ടി ഇവിടെ ഇരിക്കുന്നു. ആ കുട്ടി എണീറ്റ് നിന്നില്ലെങ്കിൽ നമ്മൾ റെസ്റ്റ്ലെസ് ആവും. ഇനി ഇദ്ദേഹവും നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് ഇരിക്കുന്നു. രണ്ടുപേരും കാലിട്ട് വെച്ചിരിക്കുന്നു. ഇദ്ദേഹം കാലിട്ട് വെച്ചിരിക്കുന്ന വലിയ കുഴപ്പമുണ്ടാവില്ല. കേരളത്തിലാണ് നിങ്ങൾ കാലിട്ട് വെച്ചിരുന്ന പ്രശ്നം. ഇത് വളരെ നോർമലാണ്, ഇത് അബ്നോർമലാണ്. എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു വീടിന്റെ ഉമ്മറത്ത് കാലിട്ട് വെച്ചിരുന്ന് പത്രം വായിക്കണം. 40 വർഷം എടുത്തു എനിക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ. കാരണം നമ്മുടെ കൾച്ചറിന്റെ ശീലത്തില് വീടിന്റെ ഉമ്മറത്ത് കസേരയിൽ സ്ത്രീകൾ വന്നിരുന്നു ഇരിക്കാനേ പാടില്ല, ഇരുന്നിട്ടില്ല.
പിന്നാമ്പുറത്തെ ഇരുന്നിട്ടും. അതായിരുന്നു ശരി. നമുക്ക് ഹിസ്റ്ററിയേ ഉള്ളൂ, ഹെയർ സ്റ്റോറി ഇല്ല. ആ വാക്കുണ്ടായത് തന്നെ എങ്ങനെയാണ്? ഹിസ് സ്റ്റോറിയാണ് ഹിസ്റ്ററി. ആ ആണിന്റെ കഥയാണ് രാജാവിന്റെ. പെണ്ണ് മനുഷ്യനായിരുന്നില്ല, സ്ത്രീ വ്യക്തിയായിട്ട് കുറച്ച് വർഷമായിട്ട് അന്തപുരത്തിൽ, അകത്തെ പുരത്തിൽ കഴിയേണ്ടവളായി. ദൈവം ആണായത് അതുകൊണ്ട്, അവനുണ്ടാക്കിയതുകൊണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ ശീലിച്ചു പഠിക്കുമ്പോഴാണ് നമ്മളിപ്പോഴും നമ്മളെ ഭരിക്കുന്നത് അറിവല്ല, ശീലങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് അറിവുണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ ശീലങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ നമുക്ക് വേണം. പാരന്റിങ്, ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് ക്ലാസ് എടുക്കുന്നത് പാരന്റിങ്ങിനെ കുറിച്ച്. ഞാൻ അധ്യാപകരോടും മാതാപിതാക്കളോടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടി വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത് കുട്ടികൾ. ഞാൻ കുട്ടികളോട് ചോദിക്കും, ഞങ്ങളുടെ കുഴപ്പം എന്താണ്? ഞാൻ എല്ലാ കുട്ടികളോടും ചോദിക്കും. ഞാൻ അവരോടാണ് ചോദിക്കാറ്, ചോദിച്ച് മനസ്സിലാക്കുന്നത് നമ്മളെങ്ങനെ ആവണം. അവരോട് നിങ്ങൾക്ക് ഞങ്ങളോട് ഒരു റെസ്പെക്റ്റ് ഇല്ല. എന്നോടൊരു കുട്ടി പറഞ്ഞത്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞത്, അച്ഛനും അമ്മയും ഭക്ഷണം തരുന്നുണ്ട്, വസ്ത്രമൊക്കെ തരുന്നുണ്ട്, പക്ഷെ എനിക്കിപ്പോ പേടിയാണ് അതൊക്കെ സ്വീകരിക്കാൻ. അവരൊറ്റ കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഇന്നത്തെ കുട്ടി ചിന്തിക്കുന്ന ചിന്തയാണ്. കാരണം നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒറ്റ കാരണത്താൽ എല്ലാ അധികാരവും നിങ്ങൾ ഞങ്ങളെ അനുസരിച്ചോളണം, ഞങ്ങളൊരു വ്യക്തിയായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു. ഞാനൊരു സർവേ നടത്തി കേരളത്തിൽ. വളരെ ക്വാളിറ്റിയുള്ള, എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള പേരൻസിന്റെ 50 മക്കളെ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് 50 മക്കളോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തു. നല്ല അച്ഛനമ്മമാരാണ്, മോശം ആൾക്കാരുണ്ട്. അതില് എന്താണ് നിങ്ങൾ അച്ഛനമ്മമാരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ, കുറെ ചോദ്യങ്ങൾ. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ സാക്ഷാത്കരിച്ച് തരണം, ഐഫോൺ വാങ്ങിച്ചു തരണം, അങ്ങനെ പല പല സാധനങ്ങൾ. 80% കുട്ടികളും എന്നോട് പറഞ്ഞത് ഞങ്ങളെ റെസ്പെക്ട് ചെയ്യണം. നല്ല കുട്ടികളാണ്, കുറച്ചൊരു ചിന്തിക്കുന്ന, ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ജോലി ചെയ്യുന്ന കുടുംബത്തിലുള്ള ആ രീതിയിലുള്ള കുട്ടികളോടാണ് ഞാൻ ചോദിച്ചത്. എന്നെ പലരും മാമ എന്ന് വിളിക്കും. അച്ഛനമ്മമാരുടെ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ പറയും. രണ്ടാമത് പറഞ്ഞത് ഒച്ച വെക്കാതിരിക്കാൻ പറയും. പക്ഷെ ഇത് രണ്ടും എളുപ്പമല്ല. നമ്മൾ ഒച്ച വെച്ച് പോകും, എളുപ്പമല്ല. നമ്മൾക്ക് അങ്ങനെ എപ്പോഴും റെസ്പെക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അത് നമ്മളുടെ സത്യമാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രായം കുറഞ്ഞവരോട്, പ്രശസ്തിയിൽ കുറഞ്ഞവരോട്, അറിവിൽ കുറഞ്ഞവരോട്, അധികാരത്തിൽ കുറഞ്ഞിരിക്കുന്നവരോട്, ജെൻഡറിൽ നൂറ്റാണ്ടുകളായിട്ട് കുറഞ്ഞവരോട് മര്യാദക്ക് പെരുമാറി നമ്മൾ ശീലിച്ചിട്ടില്ല. നമ്മുടെ സിസ്റ്റത്തിന് അത് അറിയില്ല. നമ്മള് ഇക്വാലിറ്റിയെ കുറിച്ച് 1000 പ്രഭാഷണം നടത്തിയിട്ടും കേട്ടിട്ടും കാര്യമില്ല. ബ്രഹ്മത്തെ ധ്യാനിച്ചിട്ടും കാര്യം. ആത്മാവിനെ ധ്യാനിച്ചാലും ബ്രഹ്മത്തെ ധ്യാനിച്ചാലും ഒന്നും ഇത് നടക്കില്ല. പ്രാക്ടീസിലൂടെ മാത്രമാണ്. റെസ്പെക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. അത് എളുപ്പമല്ല. അത് പുതിയ കാലം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് ഉണ്ടായിട്ട് കുറച്ച് നാളായിട്ട്. വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്ത കാലം. നമ്മൾ പ്രായത്തിനൊക്കെ പ്രായമുള്ളവരെ പ്രായം കുറഞ്ഞവർ ബഹുമാനിക്കണം, പ്രായം കുറഞ്ഞവരെ പ്രായം കൂടിയവർ ബഹുമാനിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, ചരിത്രത്തിലില്ല. എന്തുകൊണ്ടായിരുന്നിരിക്കും പ്രായമുള്ളവരെ നമ്മൾ ബഹുമാനിച്ചിരുന്നത്? ചോദിക്കാനും ഒരു റീസൺ ഉണ്ടാവും. പ്രായമുള്ള ആൾക്കാരെ എന്തുകൊണ്ടായിരുന്നു എനിക്കൊരു കാലത്ത് നമ്മൾ ബഹുമാനിച്ചത്? പ്രായമുള്ളത് കൊണ്ട് ബഹുമാനിച്ചതല്ല, അറിവുള്ളത് കൊണ്ട്. കാരണം നമ്മുടെ ആദ്യത്തെ അറിവ് വായ്മൊഴിയായിട്ട്. പ്രായമുള്ള ആളായിരുന്നു ലൈബ്രറി. എല്ലാ അറിവും,
ഏത് വിഷയത്തെക്കുറിച്ചുള്ള അറിവ് പ്രായമുള്ള ആളിലായിരുന്നു ഉണ്ടായിരുന്നത്. എപ്പോ മഴ പെയ്യും, എപ്പോ ഉരുള് പൊട്ടും, എപ്പോ വെയിൽ വരും, ഏത് വിത്തിടണം, എവിടെ ഇടണം, എല്ലാ അറിവും പ്രായമുള്ള ആളുടെ. അതുകൊണ്ടാണ് പ്രായമുള്ളവരെ റെസ്പെക്ട് ചെയ്തത്. പ്രായമുള്ളവർ ആയതുകൊണ്ടായിരുന്നില്ല ഒരു കാലത്ത്. ഇന്നത്തെ അവസ്ഥ എന്താ? 90% കാര്യത്തിൽ നമ്മളെക്കാൾ വിവരം കുട്ടികൾക്കാണ്. എന്നിട്ട് നമ്മൾ പറയണ അവർ നമ്മളെ റെസ്പെക്ട് ചെയ്യണം. അവർക്ക് മനസ്സിലാവും. എല്ലാ കാര്യവും നമ്മൾ അവരോട് പോയി ചോദിക്കുന്നു. ഒരു ഗൂഗിൾ മാപ്പ് ഇടണമെങ്കിൽ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തും ആ സുഹൃത്തിന്റെ മോളും കൂടി ഒരു ഡോക്ടറെ പോയി എന്റെ ഫ്രണ്ടിനെ കാണിക്കാൻ വേണ്ടി. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളാണ്. അപ്പൊ ബ്രെയിനിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് അവളുടെ അമ്മയ്ക്ക്. ഡോക്ടർ ആ ഒരു അസുഖത്തെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായിട്ടില്ല കൃത്യമായിട്ട്, അവൾക്ക് മനസ്സിലായില്ല. പക്ഷെ മോള വാക്ക് കേട്ട് ഉടനെ തന്നെ ഇവിടെ ഇരുന്ന് കളിക്കുന്നതാണ് ഫോണിൽ. അവൾക്ക് സംഭവം മനസ്സിലായി. മറ്റേ സിനിമയിൽ പറഞ്ഞിട്ട് നിനക്ക് കാര്യം മനസ്സിലായി, അവൾക്ക് കാര്യം മനസ്സിലായി, നിനക്ക് ഇതുവരെ കാര്യം മനസ്സിലായില്ല എന്ന് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്. അവള് പുറത്തിറങ്ങിയിട്ട് എന്താ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ അവളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് അമ്മയുടെ അസുഖം. ഒരു സെക്കൻഡ് കൊണ്ടാണ് ആ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ പിടിച്ചെടുത്ത് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അമ്മയ്ക്ക് പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ പോയിട്ട് നമ്മൾ പറയണം നീ എന്നെ റെസ്പെക്ട് ചെയ്യണം. തീർച്ചയായിട്ടും മക്കള് മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യണം, ഒരു സംശയമില്ല. പക്ഷെ മാതാപിതാക്കൾ കുട്ടികളെയും റെസ്പെക്ട് ചെയ്യേണ്ട കാലത്താണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മെപ്പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഒരു പടി മുകളിൽ പല കാര്യങ്ങളിലും അവരാണ്. 2-3 കാര്യം പറയാം. ഗോസിപ്പ് നമ്മൾ അത്ര വെക്കില്ല. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് പുതിയ കുട്ടികൾക്കില്ല. കമ്പാരിസൺ കുറവാണ്. ഇങ്ങനെ പല കാര്യം. പിന്നെ ഡീറ്റെയിലിംഗ് കുറവാണ്. ഉള്ള കാര്യം ചുരുക്കി പറയാൻ അതൊരു ക്വാളിറ്റിയാണ്. വ്യക്തിത്വത്തിന്റെ ഒരു ലക്ഷണമായിട്ട് ആധുനിക പഴയ ഋഷിമാര് പറഞ്ഞിട്ടുണ്ട്. വ്യക്തിത്വത്തിന്റെ ഒരു ലക്ഷണം കാര്യങ്ങൾ ഏറ്റവും ചുരുക്കി പറയുന്നതാണ് വ്യക്തിത്വമുള്ള ലക്ഷണം. അത് ഇന്നത്തെ കുട്ടികൾ ഒരുപാട് നെഗറ്റീവ്സ് ആയിട്ടുണ്ട് കുട്ടികൾക്ക്. അത് വേറെ വിഷയം. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഞാൻ പോസിറ്റീവ് കാര്യങ്ങളാണ്. നമ്മളെക്കാൾ മികച്ചതായിട്ടിരിക്കുന്ന ഒരുപാട് ക്വാളിറ്റീസ് അവർക്കുണ്ട്. ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഗുരുനിത്യ പറയുന്നത് സ്വത്തുൽപാദനത്തിൽ താല്പര്യമില്ലാതെ. അത് വലിയ ക്വാളിറ്റിയാണ്. സ്വത്തുണ്ടാക്കി കൂട്ടാനാണ് ജീവിതം എന്ന പഴയ തലമുറയുടെ ആ ഒരു ബാലിശമായ സങ്കല്പത്തെ ഇവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവര് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പണം ഉണ്ടാക്കേണ്ടത്, സമ്പാദിച്ചു കൂട്ടാൻ. ആ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിക്കലിൽ അവർക്ക് കുറെ പ്രശ്നങ്ങൾ പറ്റുന്നത് അതിന് ലേൺ ചെയ്ത് വരേണ്ടതാണ്. പക്ഷെ ആ ഐഡിയോളജി വളരെ പോസിറ്റീവ്, നമ്മളെ മുമ്പോട്ട് നടത്തുന്നതാണ്. ഇന്നത്തെ കുട്ടികൾ ഒരുപാട് യാത്ര ചെയ്യുന്നു. ആ ജീവിക്കുന്ന എക്സ്പ്ലോർ ചെയ്യുന്ന ഇടങ്ങളിൽ അനാരോഗ്യപരമായ ഇടങ്ങൾ ഒരുപാട്. പക്ഷെ ഉണ്ടാക്കി കൂട്ടലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്ന ജീവിത സങ്കല്പം റോങ് ആണെന്ന്. ഉണ്ടാക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്നിടത്താണ് ലൈഫ് ഉള്ളത്. ആ ഒരു വിഷനിലേക്ക് പുതിയ തലമുറ വന്നു. ഈ ധനം എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചു. ധ എന്ന് പറയുന്നത് മലർന്നും, ഞാ എന്ന് പറഞ്ഞ് കമഴ്ന്നു. വരികയും പോവുകയും ചെയ്യുമ്പോഴേ ധനമാവും. ഇപ്പോ ധന്യത എന്ന വാക്കിൽ നിന്നാണ് ധനം എന്നുള്ള വാക്കുണ്ടായത്. റിയൽ ആയിട്ട് പണം, പൈസ എന്നുള്ള അർത്ഥത്തിലാണ്. ധന്യത അനുഭവിക്കണമെങ്കിൽ, ഒരാൾക്ക് ധന്യത അനുഭവിക്കണമെങ്കിൽ ഷെയർ ചെയ്യാതെ ഒരിക്കലും അനുഭവിക്കാം. കണ്ടന്റ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും അനുഭവിക്കാം. തൃപ്തി എന്ന് പറയുന്നത് ഷെയറിങ്ങിലും എന്തും ആവാം. ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അനുഭവിക്കുന്നത് മിണ്ടാതിരുന്ന് അനുഭവിക്കാൻ. ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് 10 ആളുകൾക്ക് ഷെയർ ചെയ്ത് ഞാൻ കഴിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ നമ്മളുടെ വ്യത്യാസം. ഒറ്റയ്ക്ക് കഴിച്ചാൽ ഒരിക്കലും ആ തൃപ്തി കിട്ടില്ല. വയറ് നിറയും, ആസ്വദിക്കും. ഷെയർ ചെയ്തിട്ട് ഞാനും കൂടി കളിക്കുമ്പോഴാണ് തൃപ്തി എന്ന് പറയുന്നൊരു സംഭവം. അപ്പൊ ധന്യത ഷെയറിങ്ങിൽ മാത്രമേ. ഇത് നമ്മളുടെ പഴയ തലമുറകളിൽ കുറവായിരുന്നു ഈ അറിവ്. അതിനും ഒരു റീസൺ. നമ്മുടെ സ്പിരിച്വാലിറ്റി മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഷെയർ ചെയ്യാൻ മടിയുണ്ടായത്? നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ഫുഡ് ചെയിൻ്റെ മിഡിലായിരുന്ന കാലം നമ്മൾ എവല്യൂഷൻ പഠിക്കുന്നു.
നമുക്ക് വല്ലപ്പോഴൊക്കെ അന്നം കിട്ടും. മറ്റു ജീവികളൊക്കെ തിന്നിട്ട ബാക്കിയൊക്കെ കഴിക്കും. കിട്ടുമ്പോൾ പരമാവധി കഴിക്കണം. നമുക്ക് ഫാറ്റ് ഒക്കെ ഉണ്ടായത് അതുകൊണ്ടാണ്, സ്റ്റോറേജ് ആണ്. കിട്ടുമ്പോൾ പരമാവധി അകത്താക്കും. കഴിച്ചു വിശപ്പ് മാറുക എന്നുള്ളതല്ല, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാന്ന്. ഇന്നും വിഡ്ഢികളായ നമ്മൾ അതന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. നമ്മൾ വിവരം അന്ന് നമുക്ക് സ്റ്റോറേജ് സിസ്റ്റം ഇല്ലാതിരുന്ന കാലത്ത് വാല്യൂ ആണ് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണമെന്ന്. ഇന്നും നമ്മള് പക്ഷെ ഈ DNA മാറിയില്ലല്ലോ. DNA ഇപ്പോഴും ആ ഫുഡ് ചെയിന്റെ പാതിയിൽ തന്നെ ഇരിക്കുന്നത്. നമ്മൾ ഒരുപാട് ഇങ്ങ് മാറി വന്നെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കേണ്ട ജീവിയായത്. ഇൻസ്റ്റിങ്ക്റ്റ് ഉപയോഗിച്ച് നമ്മൾ ജീവിക്കാൻ പറ്റില്ല ഇനി. കാരണം ഇൻസ്റ്റിങ്ക്റ്റ് പഴയ ഇൻസ്റ്റിങ്ക്റ്റ് തന്നെ അവിടെ നിൽക്കുന്നു. നമ്മൾ ഒരുപാട് ഇങ്ങ് വന്നു. അതുകൊണ്ടാണ് ചിന്തിച്ച് ജീവിക്കണം എന്ന് പറയുന്നത്. ഇൻസ്റ്റിങ്ക്റ്റ് നമ്മളോട് പറയും ഭക്ഷണം കണ്ട ഷൗക്കത്തെ വയറ് നിറച്ചടിച്ചു, അത് DNA പറയണം. ഇപ്പൊ ഞാൻ പറയണം അല്ല, DNA നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ട്. നമുക്കിവിടെ ഫ്രിഡ്ജും ഇഷ്ടംപോലെ സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് വയറ് നിറച്ച് കഴിക്കേണ്ട, ആവശ്യത്തിന് കഴിച്ചാൽ. ഇത് ഞാൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടതുണ്ട്. ഇത് ഓരോ കാര്യത്തിലുണ്ട്. അന്യനെ ശത്രുവായി കണ്ടേ പറ്റൂ പണ്ട്. കാരണം നമ്മുടെ ടെറിട്ടറിയിലേക്ക് കടക്കുന്ന ശത്രുവിനെ കൊന്നാലേ ജീവിക്കാൻ പറ്റും. ആ ഒരു ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അപ്പുറത്തിരിക്കുന്ന ആളെയോടുകൂടി സഹകരിച്ചാലേ ജീവിക്കാം. പണ്ട് സഹകരണത്തിന്റെ ലോകമല്ല, പലപ്പോൾ യുദ്ധത്തിന്റെ ലോകം. യുദ്ധത്തിന്റെ ലോകത്തിൽ നിന്ന് സഹകരണത്തിന്റെ ലോകത്തിലേക്ക് മാറിയ സാമൂഹികതയിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മക്കളോട് യുദ്ധം ചെയ്യല്ല, സഹകരിക്കണം ഇനി വേണം. അങ്ങേയറ്റത്ത് ഇങ്ങേറ്റം ഇപ്പോഴും നമ്മൾ ഈ മക്കളോട് പോലും ശത്രുതയാണ്, മക്കൾക്ക് അച്ഛനമ്മമാരും. അപ്പൊ നമ്മളൊരു ഈ എവല്യൂഷനും നമ്മളുടെ ആത്മവിദ്യയും ഒക്കെ ചേർത്ത് വെച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കുക. ഇപ്പൊ നാരായണഗുരുവിന്റെ ഒരു ശ്ലോകം, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഈ മതം ഏകമെന്ന് ചിന്തിച്ച് അകമണയാതെ അകതാരമർത്തിടണം. ഞാൻ ഈ പറഞ്ഞത് ഗുരു 4 ശ്ലോകത്തിൽ പറഞ്ഞത്. ആദ്യം ഗുരു പറയുന്നത് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഗുരു ചിന്തിക്കണം എന്ന് പറഞ്ഞത്? മനുഷ്യൻ ചിന്തിക്കുന്ന ജീവി അല്ലാത്തതുകൊണ്ടാണ്. മനുഷ്യൻ ചിന്തിക്കുന്ന ജീവിയല്ല. ചിന്ത ബ്രെയിനിലെ ഒരു ആഡഡ് എബിലിറ്റിയാണ്, നാച്ചുറൽ ക്വാളിറ്റിയാണ്. നാച്ചുറൽ ആയിട്ട് ബ്രെയിൻ ഫങ്ഷൻ ചെയ്യാൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ശീലമാണ് ഫങ്ഷൻ ചെയ്യുക. അതായത് ദേഷ്യം വന്നാൽ നേരെ പോയി കൊല്ലാം, അതാണ് ബ്രെയിനിന് തോന്നുക. ക്ഷമിക്കാൻ ബ്രെയിനിന് നാച്ചുറൽ ആയിട്ട് തോന്നില്ല. അവിടെയാണ് ക്ഷമിക്കാൻ നമുക്ക് കഷ്ടപ്പെടേണ്ടി വരും. ദേഷ്യം പിടിക്കൽ നാച്ചുറലും ക്ഷമിക്കൽ കൾച്ചറലും. കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്തത്, ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്യപ്പെട്ടതല്ല. വളരെ കുറച്ചേ ഉള്ളൂ ആ ഏരിയ. അവിടെയാണ് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞാൽ അയാൾ ഉടനെ ശത്രുവാണ് ബ്രെയിൻ. പ്രിയപ്പെട്ട ആൾ പോലും നമുക്കറിയാലോ, നമ്മൾ ചിന്ത ഇല്ലാത്ത ആൾക്കാരാണ്. ചിന്ത ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ടാണ്. എന്നിട്ട് ചിന്തിച്ചിട്ടാണ് നമ്മൾ ശരിയാക്കുന്നത്. രണ്ടാമത്തെ പണിയാണ്. അദ്ദേഹം ഇപ്പോ അങ്ങനെ നോ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ചൊരു വീട്ടിൽ താമസിക്കുന്നതല്ലേ, നമ്മളെ ബ്രെയിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പൊ ഞാൻ എന്തിനാണ് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? സമാധാനത്തിൽ ആളോട് സംസാരിച്ച് മനസ്സിലാക്കിക്കാവുന്നതിലുള്ളൂ, അയാളെ ശത്രുവായിട്ട് കാണേണ്ടതില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് സമാധാനത്തിൽ പറഞ്ഞ് കഷ്ടപ്പെടണം. അപ്പൊ ചിന്തിക്കുന്ന ജീവിയാണ് നമ്മൾ എങ്ങനെ പറയാ? ചിന്തിക്കുന്ന ജീവിയാണെങ്കിൽ ആദ്യം ഇത് വരണ്ടേ. പക്ഷെ ദേഷ്യം പിടിക്കുന്ന ജീവിയാണ് നമ്മൾ ഒരിക്കലും കഷ്ടപ്പെട്ട് ദേഷ്യം പിടിക്കേണ്ടി വന്നിട്ട്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെന്ന് ദേഷ്യം പിടിച്ചതെന്ന് ഒരാളും പറഞ്ഞു. ദാറ്റ് മീൻസ് നമ്മൾ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ദേഷ്യം, കൾച്ചറൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത ആഡഡ് എബിലിറ്റിയാണ് ക്ഷമ. അതാണ് അകമണയാതെ അകതാരമർത്തിടണം. അകം എന്ന് പറയുന്നത് നാച്ചുറലാണ്. നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് പൊന്തി വരാൻ അനുവദിക്കാതെ അകതാരമർത്തി ചിന്തിച്ച് പ്രവർത്തിക്കണം. എന്തുകൊണ്ട്? അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന ആളും നിന്നെ പോലെ തന്നെ സമാധാനത്തിന് വേണ്ടി അഭിപ്രായം പറയുന്ന ആളാണ്. അതുകൊണ്ട് നിന്നെ പോലെ തന്നെയാണ് അപ്പുറത്തിരിക്കുന്ന ആളുടെ അഭിപ്രായവും. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഈ മതം ഏകമെന്ന് ചിന്തിച്ച്
അഘമണയാതെ അകതാരമർത്തിട. ഇങ്ങനെ നമ്മൾ ആത്മശതകം പഠിക്കുമ്പോഴാണ് ആത്മശതകം ജെനറ്റിക്സും ഒക്കെ പഠിച്ചു മനസ്സിലാക്കിയ ആളല്ല, ഉള്ളിന്റെ ഉള്ളിൽ ആഴത്തിൽ മനഃശാസ്ത്രം മനസ്സിലാക്കിയ ഒരാൾ ചുമ്മാ ഒരു പ്ലെയിൻ ആയിട്ട് ഫിലോസഫി പറഞ്ഞു പോവാതെ പ്രാക്ടീസ് പറഞ്ഞു. പ്രാക്ടീസ് ആണ് സ്പിരിച്വൽ, അണ്ടർസ്റ്റാൻഡിങ് അല്ല. അത് എളുപ്പമല്ല. അതുകൊണ്ടാണ് അതിനെ തപസ് എന്ന് പണ്ടുള്ളവർ വിളിച്ചത്. നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റിനോട് ഫൈറ്റ് ചെയ്താൽ മാത്രമേ, അവനവന്റെ ശരികളോട് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അപ്പുറത്തിരിക്കുന്ന ആളെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്നോട് ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. അത് എളുപ്പമല്ല. ഗുരു എന്താണ് ആത്മവിരോധമായ കാര്യം? ഒരുവന് നല്ലതും അന്യന് അല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടയെന്ന്. എനിക്ക് ശരിയായിരിക്കുന്ന ഒരു കാര്യം അപ്പുറത്തിരിക്കുന്ന ആൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ആത്മവിരോധം. ഗുരുവിന്റെ ഡെഫിനിഷൻ അതാണ്. അപ്പൊ നമ്മൾ പറയണത് എനിക്ക് ശരിയായ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും സമ്മതിച്ചായിരുന്നതാണ്. എല്ലാവരും പറയുന്നത്, നാച്ചുറലായിട്ട് പറയുന്നത് അതാ. മറ്റത് നല്ല പണിയാണ്. ആ പ്രാക്ടീസിന്റെ ലോകമാണ് ഗുരുവിന്റെ കൃതികളിലൂടെ ഒക്കെ പറയാൻ ശ്രമിച്ചത്. കുറെ തുടങ്ങിയില്ലേ? ഞാനിപ്പോ എന്നെ കുറിച്ചാണ് പറഞ്ഞേട്ടോ. കഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് ക്വസ്റ്റ്യൻസ് സൂമില് ക്വസ്റ്റ്യൻസ് കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. സൂമിലുള്ളവർക്ക് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും, അല്ലെങ്കിൽ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ വിയോജിപ്പുകൾ ഷെയർ ചെയ്യാൻ. ഇത് കേട്ടുകൊണ്ടിരിക്കാനാണ് രസം. നിർത്തുന്നത് നിർത്തുമ്പോൾ ഒരു സുഖമില്ല. ഒരെപ്പോഴും പറയും 30 മിനിറ്റിൽ കൂടുതൽ തുടർച്ചയായിട്ട് സംസാരിക്കരുത്. 30 മിനിറ്റ് സംസാരിച്ച ഉടനെ ഒന്ന് നിർത്തണം, അല്ലെങ്കിൽ നീ ആത്മരതിയിലാണെന്ന്. അപ്പുറത്തിരിക്കുന്നവരോട് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം അതിനെ കുറിച്ച്. ഉത്തരം പറയലല്ല. ഞാൻ ഒരുപാട് ഉത്തരങ്ങളായിട്ട് ഗുരുവിന്റെ അടുത്ത് പോയ ഒരാളാണ്. അപ്പൊ ഗുരുവിന്റെ അടുത്ത് പോയി, കുഴപ്പമില്ല. അപ്പൊ ഗുരു പറഞ്ഞൊരു മറുപടി ഉണ്ട്. നമ്മൾക്ക് എല്ലാറ്റിനും കൃത്യമായ ഉത്തരമുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അറിവില്ലാത്ത ഒരാളാണ്. നമ്മള് ഉത്തരങ്ങളിൽ നിന്ന് 1000 ചോദ്യങ്ങൾ ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കൊള്ളാം, വഴിയിലാണ്. റിലീജിയസ് മൈൻഡും സ്പിരിച്വൽ മൈൻഡും തമ്മിലുള്ള വ്യത്യാസം, എല്ലാറ്റിനും കൃത്യമായ ഉത്തരമുള്ള ആൾക്ക് പറയുന്ന പേരാണ് റിലീജിയസ് പേഴ്സൺ. എല്ലാ ഉത്തരങ്ങളെയും ചോദ്യം ചെയ്യുന്ന ആളാണ് സ്പിരിച്വൽ പേഴ്സൺ. നമ്മുടെ ഉപനിഷത്ത് മുഴുവൻ ചോദ്യം ചെയ്യും, സംവാദങ്ങളാണ്. അല്ലാതെ എല്ലാം റാൻമൂളി കേൾക്കുന്ന പരിപാടിയില്ല. എല്ലാം ദൈവനിശ്ചയം എന്ന് പറഞ്ഞിട്ടിരിക്കാൻ പറ്റും. ഒരു കാലത്ത് വസൂരി വന്നപ്പോൾ ദേവി കോപമായിരുന്നു. വസൂരിക്ക് മരുന്ന് കണ്ടുപിടിച്ചപ്പോൾ ആ ദേവിനെ ഇപ്പൊ എവിടെയും കാണാനില്ല. നമുക്ക് ഒരുപാട് ദൈവങ്ങൾ ഇല്ലാണ്ടായിട്ടുണ്ട് എല്ലാ രാജ്യത്തിലും. ദൈവം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ അറിവില്ലായ്മകൾക്കും നമ്മളിട്ട പേരാണ്. നമ്മൾ അറിവുള്ളിടത്ത് ഒരിടത്ത് നമ്മൾ ദൈവത്തെ കൊണ്ടുപോയിട്ടില്ല. ഈ ചെയർ ആരുണ്ടാക്കിയെന്ന് വെച്ചാൽ എന്താ നമ്മൾ ദൈവം ഉണ്ടാക്കിയെന്ന് പറയട്ടെ. എന്നെ ഉണ്ടാക്കിയ ദൈവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരാളും ഹാപ്പി ഇല്ല. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേര് പറയാത്ത എന്നെ ഷൗക്കത്തിന്റെ ഉണ്ടാക്കിയതാണ് എൻ്റെ അച്ഛൻ കുഞ്ഞുവാപ്പും പാത്തിമയും കൂടി ചേർന്ന എന്റെ ദൈവമാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ശരിയല്ല. അവസാനം നമ്മള് ചന്ദ്രനെ ഉണ്ടാക്കിയതാണ്, നമുക്കറിയില്ല, അതുകൊണ്ട് ദൈവം. നമ്മൾ ഒരു വസ്തു ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ഒരാളെ കുറിച്ച് ആലോചിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ സങ്കല്പിച്ചത്, നമ്മളെ സങ്കല്പമാണ് നമ്മളെ സൃഷ്ടിച്ച ദൈവം.
ഉപനിഷത്തിൽ നമ്മൾ സൃഷ്ടിച്ച ഒരു ദൈവത്തെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെയില്ല. ദൈവം എന്നുള്ള സംഭവം ഇല്ല. ദൈവം എന്നുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ഒരു ദൈവം എന്നുള്ള സങ്കല്പം സെമിറ്റിക് മതങ്ങളുടെ സങ്കല്പം, ഉപനിഷത്ത് സങ്കല്പം. ഇവിടെ ഗുരുവിന്റെ ദൈവസങ്കല്പം ഭയങ്കര ഏറ്റവും മോഡേൺ സങ്കല്പം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രി. നമ്മളെ പറ്റിക്കുന്ന ഒരു സങ്കല്പം. അപ്പൊ പിന്നെ ആരാ ദൈവം? വിട്ടുപോകും നമ്മൾ. നീയല്ലോ സൃഷ്ടിയും എന്ന് പറയുമ്പോൾ അപ്പൊ സൃഷ്ടിയാണ് ദൈവം എന്ന് തലയിൽ വരും. ഉടനെ തന്നെ പറയുന്നത് അത് മാത്രമല്ല സ്രഷ്ടാവായത്, അത് മാത്രമല്ല സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായത്. അപ്പൊ ഇതിലേതാ ദൈവം? ഗുരു ഓരോ കാലഘട്ടത്തിലും മനുഷ്യരിൽ ഉണ്ടായിട്ടുള്ള ദൈവസങ്കല്പങ്ങളെ മുഴുവൻ ചേർത്തിട്ട് എല്ലാറ്റിനും ക്യാൻസൽ ചെയ്യുക. ഇത് മുഴുവൻ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ സൃഷ്ടിയുമല്ല, സൃഷ്ടാവുമല്ല, സൃഷ്ടിജാലവുമല്ല, സൃഷ്ടിക്കുള്ള സാമഗ്രിയുമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇതിന്റെ ആഴത്തിൽ അപ്പൊ പക്ഷെ നമ്മളിത് എങ്ങനെ മനസ്സിലാക്കുക? നമ്മുടെ തലയിൽ ഒരു ദൈവസങ്കല്പം. ഇപ്പൊ ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവി വൻതോണി നിൻ പതെന്ന് 10 ആളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ 10 ആളും ദൈവമേ എന്ന് വിളിക്കുമ്പോൾ 10 ആളുടെ തലയിലും ഓരോന്നും വരും. 10 സങ്കല്പം. പക്ഷെ ഗുരു, അതുകൊണ്ടാണ് ഗുരു അടുത്ത 9 ശ്ലോകത്തിൽ ഞാൻ ഉദ്ദേശിച്ച ദൈവം എന്താണെന്ന് പറഞ്ഞു വെച്ചത്. സത്യം, ജ്ഞാനം, ആനന്ദം. നീ സത്യം, ജ്ഞാനം, ആനന്ദം, വർത്തമാനം, ഭൂതം, ഭാവി, എന്തിന് ഈ പറയുന്ന വാക്കും. അത് പക്ഷെ നമ്മൾ സങ്കല്പിച്ച ദൈവം. ഇപ്പൊ ദൈവദശകത്തിലൊരു ശ്ലോകം, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അത് ചൊല്ലുന്ന 99% ആളുകളും മനസ്സിൽ ചൊല്ലുന്നത് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കണേ ദൈവമേ എന്നാണ്. പക്ഷെ അതിൽ പറയണത് തന്നു രക്ഷിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ആ ശ്ലോകത്തിന്റെ അർത്ഥം ഗ്രാറ്റിറ്റ്യൂഡാണ്. ചോദിക്കലില്ല, ഇത് ചോദിക്കുന്നില്ല. അന്നവും വസ്ത്രവും മുട്ടാതെ തന്ന് രക്ഷിക്കുന്ന ദൈവമേ നിനക്ക് നന്ദി എന്നാ പറയുന്നത്. പക്ഷെ ചൊല്ലുന്ന ആളുടെ ഭാവം അന്നവും വസ്ത്രവും മുട്ടാതെ തന്ന് രക്ഷിക്കണേന്നാ. നമ്മളാ വരി പോലും വായിക്കില്ല. കാരണം നമുക്ക് നമ്മുടെ സങ്കല്പത്തിലുള്ളതിനെ ഇതിൽ കാണും. നമ്മളുടെ സങ്കല്പത്തിലുള്ള ഗുരുവിനെ, നമ്മളുടെ സങ്കല്പത്തിലുള്ള ദൈവത്തെ, നമ്മളുടെ സങ്കല്പത്തിൽ അറിവ്. ഗുരു നമ്മളുടെ സങ്കല്പത്തെ പൊളിച്ചെഴുതാനാ പറയുന്നത് ഗുരുവിന്റെ കൃതിയിലൂടെ. അപ്പൊ അതുവരെ എന്തായിന്ന് മനസ്സിലാക്കുന്ന അന്നവും വസ്ത്രവും പാർപ്പിടവും മിനിമം മുട്ടാത്തത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ 7 ആളോടെ ഇരിക്കുന്നത്, ഇത്ര പേരായി അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോ അത്യാവശ്യം അന്നവും അത്യാവശ്യം വസ്ത്രവും മുട്ടാതെ തന്നു രക്ഷിച്ച് ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ആയിരിക്കാൻ എന്നെ അനുവദിച്ച കാരണമേതോ അതിന് നമസ്കാരം. അതൊരു ഗ്രാറ്റിറ്റ്യൂഡാണ്. അത് ഉള്ളതിൽ തൃപ്തിയോടെ ഇരിക്കുന്ന അവസ്ഥയെ കുറിച്ചാണ്. ഇല്ലാത്തതിന് വേണ്ടിയുള്ള അർത്ഥനയല്ല പ്രാർത്ഥന. ഉള്ളതിനോടുള്ള നന്ദി ആയിരിക്കലാണ് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പുതിയ പ്രാർത്ഥനാ സങ്കല്പം ഗുരു ദൈവദശകത്തിൽ. മറ്റേ നമ്മൾ ഇല്ലാത്തത് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അതും കൂടി ആവാൻ വേണ്ടിയിട്ടാണല്ലോ ഈ അമ്പലത്തിൽ പോണതും ദൈവത്തെ വിളിക്കുന്നതൊക്കെ. അതിനെ ക്യാൻസൽ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല നമ്മളിതിനെ മനസ്സിലാക്കുക. ഒരിക്കലും നമ്മളുടെ ഫ്രെയിമിലേക്ക് ഇറക്കി കൊണ്ടുവരികയെ ചെയ്യുന്നു. അപ്പൊ പണ്ട് ഗുരു നിത്യ ഡൽഹിയില് സൈക്കിക് ആൻഡ് സ്പിരിച്വൽ റിസർച്ച് സെന്ററിന്റെ ഡയറക്ടറായിരുന്നു. അപ്പൊ അന്ന് നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഗുൽസാരിലാൽ നന്ദ ആയിരുന്നു ആഭ്യന്തരമന്ത്രി. ഗുൽസാരിലാൽ നന്ദയ്ക്ക് ഇങ്ങനെ യോഗിമാരൊക്കെ ആയിട്ട് വളരെ അടുപ്പാണ്. അപ്പൊ ഗുൽസാരിലാൽ നന്ദായിട്ട് നടരാജഗുരുവിന് ഭയങ്കര. അപ്പൊ നടരാജഗുരുവും ഗുരുനിത്യയും ഗുൽസാരിലാൽ നന്ദയുടെ കൂടെ പോയി താമസിക്കുക. അപ്പൊ അദ്ദേഹത്തിന് ഉള്ളിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നെഹ്റുവിനെ ഒന്ന് ബോധ്യപ്പെടുത്തും, അതീന്ദ്രിയ ശക്തികളുള്ള യോഗിമാരുണ്ട് എന്ന്. അതിനുവേണ്ടി ഏഴോ എട്ടോ ഗവർണർമാരും കുറെ കേന്ദ്രമന്ത്രിമാരും ഒക്കെ അംഗങ്ങളായിട്ടുള്ള ഒരു റിസർച്ച് സെന്റർ കേന്ദ്ര ഗവൺമെന്റ് ഡൽഹിയിൽ തുടങ്ങി. അതിന്റെ ഡയറക്ടർ ആയത്, കാരണം ഗുരുനിത്യ സൈക്കോളജി ഒക്കെ പഠിച്ച സൈക്കോളജി പ്രൊഫസറൊക്കെ ആയിരുന്നുകൊണ്ട് ഗുരുനിത്യനെ അതിന്റെ ഡയറക്ടറാക്കി. എന്നിട്ട് ഗുരുനിത്യ ഇന്ത്യയിൽ അന്നറിയപ്പെടുന്ന യോഗിമാരൊക്കെ തേടി നടക്കാൻ തുടങ്ങി. പരീക്ഷണം നടത്തണം, വെറുതെ വിശ്വസിച്ചാൽ പോരാ.
അവരെ കൊണ്ടുവന്ന് പരീക്ഷണം നടത്തി പ്രൂവ് ചെയ്യണം. അങ്ങനെ കുറെ പരീക്ഷണങ്ങൾ നടത്തി. അതിലൊരു ഗുജറാത്തിലോ മറ്റോ ഉള്ള ഒരു ലേഡി, അവരുടെ കഴുത്തിൽ ഒരു വെടിയേറ്റ പാടുണ്ട്. അപ്പൊ അവര് പറയുന്നു, അവരാണെങ്കിൽ ഒരു ഗ്രാമം വിട്ട് പുറത്തു പോകാത്തൊരു സ്ത്രീ. അവര് പറയണം, ഇത്ര വർഷം മുമ്പ് ഞാൻ ഇന്ന ഗ്രാമത്തിൽ ജനിച്ച ഒരു കുട്ടിയായിരുന്നു, അന്ന് വെടിയേറ്റ് മരിച്ചതാണ്, എന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ ജനിച്ചതാണ്. എൻ്റെ ഇവിടുത്തെ ഈ അടയാളം അന്ന് വെടിയേറ്റ് മരിച്ച അടയാളമാണ് അവർ പറഞ്ഞു. ഇത് തമ്മിൽ ഒരുപാട് ഗ്യാപ്പില്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇവര് പറഞ്ഞ ഗ്രാമത്തിൽ പോവാണ്. ഇവര് പറഞ്ഞ ലക്ഷണം വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ചെല്ലുമ്പോൾ ആ ഗ്രാമം അവിടെ ഉണ്ട്. അവിടെ അന്വേഷിക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു പെൺകുട്ടി വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. അപ്പൊ പുനർജന്മം ഉണ്ടെന്ന് ഉറപ്പായില്ല. എന്നിട്ട് അപ്പോ എല്ലാവരും കണ്ടില്ലേ പുനർജന്മം ഉണ്ട്. ഈ കഥ പറഞ്ഞിട്ട് ഗുരുനിത്യ പറയാണ്, ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അന്വേഷിക്കാനല്ല ഈ അനുഭവത്തെ നമ്മൾ ആദ്യം എടുക്കുന്നത്. പുനർജന്മം ഉണ്ടെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്, അതിനെ ഉറപ്പിക്കാനും. അത് സയൻസ് അല്ല, അത് സ്പിരിച്വാലിറ്റി അല്ല, അത് റിലീജിയൻ. അങ്ങനെ ഇത്ര വർഷം മുമ്പ് അവിടെ വെടിയേറ്റ് മരിച്ച പെൺകുട്ടിയുടെ ഓർമ്മ, ആ അടയാളം ഈ ലേഡിയിൽ ഇവിടെ വരാനും ആ ഓർമ്മ വരാനും വേറെയും അനന്തമായ സാധ്യതകളുണ്ട്. ഇപ്പോ യുങ്ങിന്റെ ഒരു മനഃശാസ്ത്രം വെച്ച് പറയുകയാണെങ്കിൽ, ഈ ലോകത്ത് ജനിച്ചു പോയ ആർക്കുണ്ടായിട്ടുള്ള അനുഭവവും എൻ്റെ മെമ്മറിയിലും എൻ്റെ ബോഡിയിലും റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്ര സങ്കല്പം വെച്ച്. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ആർജിച്ച അറിവ് മാത്രമല്ല എൻ്റെ സിസ്റ്റത്തിലുള്ളത്. അതായത് ഇവിടെ മനുഷ്യൻ ഉണ്ടായത് മുതൽ മനുഷ്യ സംസ്കാരങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള എല്ലാ അറിവുകളുടെയും ഒരു കണ്ടെയ്നർ ആയിട്ടാണ് എൻ്റെ ജീനുകളിൽ. അത് എപ്പോ വേണമെങ്കിലും നടന്നത്. കാരണം ഞാൻ പുസ്തകം വായിച്ചത് മാത്രമായിരിക്കില്ല ഞാൻ പറയുന്നുണ്ട്. ഇത് ഫിസിക്കലിയും വരാം, അത് മറ്റൊരു സാധ്യത. ഇങ്ങനെ അനന്തമായ പല തരത്തിൽ ഈ സ്ത്രീയുടെ ഈ അനുഭവത്തെ എനിക്ക് വ്യാഖ്യാനിക്കാം. ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇതാണ് ശരിയെന്ന് പറയും. എന്നിട്ട് ഗുരു ആ ലേഖനം അവസാനിപ്പിക്കുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനൊരു മറുപടി പറയുക, ഷേക്സ്പിയറുടെ ഒരു വാക്കാണ്, ആകാശത്തിന് കീഴെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത അനേകം കാര്യങ്ങളുണ്ട് എന്നാണ് എൻ്റെ അന്വേഷണം എന്നെ കൊണ്ടെത്തിച്ചതെന്ന് പറഞ്ഞിട്ട് ഗുരു അത് അവസാനിപ്പിക്കും. എന്നിട്ട് ഈ പരീക്ഷണം തുടങ്ങുന്ന സമയത്ത് നടരാജഗുരു ഡൽഹിയിലേക്ക് വരികയും, എന്നിട്ട് നടരാജഗുരു ഗുരുനിത്യയോട്, നീ അതീന്ദ്രിയ ശക്തികളുടെ തെളിയിച്ച് നടക്കാനാണോ നിന്റെ ജീവിതം നീ ജീവിക്കുന്നത്? ഇവിടെ അതിന്റെ പ്രശ്നമാണോ ഇവിടെ മനുഷ്യർക്കുള്ളത്? മനുഷ്യർക്ക് ഹ്യൂമൻ വാല്യൂസ്, മനുഷ്യത്വത്തോടെ ജീവിക്കേണ്ട അറിവ് പകർന്നു കൊടുക്കുന്നതാണ് ഋഷി പാരമ്പര്യം. അത് പകരാനാണ് ഇവിടെ ജീവിക്കുക, അതീന്ദ്രിയ ശക്തികൾ തെളിയിക്കാനല്ല. അത് ഉണ്ടോ ഇല്ലയോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതല്ല ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിടിച്ചു കൊണ്ടുവരുന്നത് പിന്നെ നാട്ടിലേക്ക്. അങ്ങനെയാണ് അത് അടച്ചു പൂട്ടുന്നത്. പിന്നെ മുമ്പോട്ട് പോയിട്ടില്ല. അപ്പോ പുനർജന്മം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് അതിന് തെളിവ് വേണം. ആ വിശ്വാസത്തെ സ്ഥാപിക്കാനാണ്, അറിയാനല്ല. എന്താണ് ഇതിന്റെ പിന്നിലുണ്ടായത് എന്ന് അറിയാനല്ല. ഇതുപോലെയാണ് ദൈവദശകം ചെല്ലുന്ന ഒരാൾക്ക് അയാളുടെ ഉള്ളിലുള്ള ഒരു ദൈവസങ്കല്പമുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള നമ്മുടെ ദൈവസങ്കല്പം, അറിവിന്റെ സങ്കല്പം, ക്ഷേത്ര സങ്കല്പം, എത്തിക്സിന്റെ സങ്കല്പം, മൊറാലിറ്റിയുടെ സങ്കല്പം, ഇതിനെയെല്ലാം റീവാലുവേറ്റ് ചെയ്യുകയാണ് ഗുരു ചെയ്യുന്നത്. ഒരു മൂല്യ നവീകരണം നടത്തുക. ഇപ്പൊ കുട്ടികളോട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുതിർന്നവരെ കുട്ടികൾ ബഹുമാനിക്കണം എന്ന് പറയുന്ന ഒരു മൂല്യം ഇന്ന് പറയാൻ പാടില്ല. ഇന്നത്തെ മൂല്യം എന്ന് പറയുന്നത് കുട്ടികളാവട്ടെ, മുതിർന്നവരാവട്ടെ, ആൺപെണ്ണാവട്ടെ, എല്ലാവരെയും ബഹുമാനിക്കണം. ഇതാണ് റീവാലുവേഷൻ. ബഹുമാനിക്കണം. പക്ഷെ ആരെന്നുള്ളത് മാറി മറിഞ്ഞു വരണം. പ്രായത്തിൽ കുറഞ്ഞവരായിരിക്കുന്നു എന്നതുകൊണ്ട് കുട്ടികളെ മാനിക്കാതിരിക്കരുത് എന്ന് മുതിർന്നവരറിയണം. കാരണം അപ്പൊ കുട്ടികൾ പ്രായത്തിൽ കുറഞ്ഞിരിക്കുന്നു എന്നേ ബോധത്തിൽ നമ്മുടെ അതേ പ്രായത്തിലാണ്. അവർക്ക് അഭിമാനമുണ്ട്, അപമാനിതരാവുന്നുണ്ട്,
ശൃംഗാരമുണ്ട്. പാട്ട് പാടുന്ന 4 വയസ്സായ കുട്ടികൾ ശൃംഗാര ഗാനം പാടുന്നുണ്ട്, പ്രണയ ഗാനം പാടുന്നുണ്ട്. എവിടുന്ന് അവർക്ക് പ്രണയം വരുന്നു? വിരഹം വരുന്നുണ്ട്, എല്ലാ ഭാവങ്ങളും വരുന്നു. എവിടുന്ന് വരുന്നു? ബോധത്തിൽ അവർ നമ്മുടെ അതേ പ്രായത്തിലാണ്. പ്രായത്തിൽ, ശരീരത്തിന്റെ പ്രായത്തിൽ കുറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല, ജെനറ്റിക്സ് പഠിച്ചാൽ ഇന്നിപ്പോ നമുക്ക് ജെനറ്റിക്സ് അറിയാം, നമ്മളെക്കാൾ പ്രായം കൂടിയവരാണ് അവർ. നമ്മളുടെയും കൂടെ അറിവും എക്സ്ട്രാ അറിവും കൂടിയിട്ടുള്ള ജീനാണ് അവരിൽ ഫങ്ഷൻ ചെയ്യുന്നത്. അത് നമ്മളെക്കാൾ മുതിർന്നവരാണ്. അത് ആധുനികമായ അറിവ് വെച്ച് നോക്കിയാൽ നമ്മളെക്കാൾ പ്രായം നമ്മൾ അവരെ കണ്ട നീറ്റിക്കണം. സൂക്ഷ്മമായ അറിവ്, നമ്മൾ ബാഹ്യമായ അറിവിലാണ് നമ്മൾ മുതിർന്നവര്. കുട്ടികളെ നമ്മൾ റെസ്പെക്ട് ചെയ്യാന്ന് പറയുന്നത് ആധുനിക ശാസ്ത്രത്തിന്റെ അറിവ് വെച്ചാട്ട് റെസ്പെക്ട് തനിയെ വരും. ഈവൻ ടൈപ്പ് ചെയ്യുന്നത്, ഇതിൽ ഞാൻ ടൈപ്പ് ചെയ്യണത് വരലുണ്ട്. ഒരു പാരഗ്രാഫ് വന്നിട്ട് എന്നോട് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാലും, 10 വയസ്സുള്ള ഒരു കുട്ടിയോട് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ അരമണിക്കൂർ എടുക്കുന്ന അവൻ 3 മിനിറ്റ് കൊണ്ട് ടൈപ്പ് ചെയ്യും. ഈ പിൻ ഡ്രോപ്പ് ആയിട്ടുള്ള ടച്ച് ചെയ്യാനുള്ള ക്വാളിറ്റി, സ്പീഡ് അവരുടെ സിസ്റ്റത്തിന് നമ്മളെക്കാൾ 10 മടങ്ങ് കൂടുതലാണ്. നമ്മൾ 10 GB ആണെങ്കിൽ അവർ 2 TB ആണ്. അത്ര അവർ അഡ്വാൻസ്ഡ് ആണ്. അവരുടെ സിസ്റ്റം അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ പഴയ അംബാസഡർ വണ്ടിയാണ്, അവര് ലേറ്റസ്റ്റ് വണ്ടി കാറാണ്. അപ്പോ ആരാ പ്രായം കൂടിയത്? പല വിഷയത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ, ഇപ്പൊ നമ്മൾ ഇവിടെ സംസാരിക്കായിരിക്കും, അവരിതിലായിരിക്കും കളിക്കുന്നത്. അപ്പുറത്തിരിക്കുന്ന ആള് ചീത്ത പറയാം, ഒരാൾ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചോടെ, 10 മിനിറ്റ് കഴിഞ്ഞാൽ പറഞ്ഞു അവരെ നമ്മളോട് പറയും. മൾട്ടി ടാസ്ക്, കാരണം അവരുടെ ബ്രെയിൻ ഒരുപാട് ഡെവലപ്പ്. അത് വേറെ, അവർക്കില്ലാത്ത കുറെ സാധനം വേറെ ഉണ്ട്, പക്ഷെ അവർക്കുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ടത്, കാരണം നമ്മളെ സംബന്ധിച്ച് അവരെ റെസ്പെക്ട് ചെയ്യണമല്ലോ നമുക്ക്, അതിന് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അവര് നമ്മളെ റെസ്പെക്ട് ചെയ്യേണ്ടത് അവരോട് സംസാരിക്കുമ്പോൾ പറയേണ്ട കാര്യമില്ല. നമുക്ക് കുട്ടികളോട് റെസ്പെക്ട് ഉണ്ടാവാനുള്ള റീസൺ പല കാര്യങ്ങളിലും കുട്ടികൾ എന്നോട് പലരും പറയും, മാതാപിതാക്കൾ തീരെ പഠിക്കുന്നില്ല, എനിക്ക് മാർക്കൊക്കെ ഉണ്ട്, പക്ഷെ ഇരുന്ന് പഠിക്കുന്നില്ല. ഞാൻ പറയും, എന്തിനാ ഇരുന്ന് പഠിക്കണം? നമുക്ക് ബുദ്ധി ഇല്ലാതിരുന്നോണ്ടാണ് പണ്ട് ഇരുന്ന് പഠിക്കേണ്ടി വന്നേ. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഇരുന്ന് പഠിക്കുന്നതിനാണ് പഠിപ്പ് എന്നാ. എന്നിട്ട് നമ്മൾ ഇരുന്ന് പഠിച്ചിട്ട് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട് നമുക്കറിയാലോ. ഇരുന്ന് തന്നെ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നമുക്ക് ABCD ഒക്കെ പഠിക്കാൻ പറ്റപാട് നമുക്കറിയാം. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ ഞാനൊരു ഒരു സ്കൂളില് ഒരു കുട്ടീനെ ടീച്ചർ പുറത്താക്കി. എന്താ കാര്യം പറയും? ഒരു പാരഗ്രാഫ് എഴുതാൻ കൊടുത്തിട്ട് അത് 10 പ്രാവശ്യം ആവർത്തിച്ച് എഴുതി കൊണ്ടുവരാൻ ടീച്ചർ കുട്ടി എഴുതിക്കൊണ്ടിരിക്കും. ടീച്ചർക്ക് ദേഷ്യം. ടീച്ചർ ചെന്തെന്ന് എഴുതിക്കൊണ്ടുവരാം, എനിക്കത് അറിയാം, പിന്നെ ഞാൻ എന്തിനാണ് എഴുതുന്നത് ചോദിച്ചു. ടീച്ചർക്ക് അത് ഭയങ്കരമായിട്ട് ഹർട്ടായി, ഇൻസൾട്ട് ചെയ്ത പോലെ. അവസാനം അമ്മയെ വിളിച്ചോണ്ടാണ്. അമ്മ വന്നു എന്നിട്ട് പറഞ്ഞു, എന്താ ടീച്ചറെ, ഭയങ്കര അഹങ്കാരിയാണ് നിങ്ങളുടെ കുട്ടി. ഞാനൊരു പാരഗ്രാഫ് എഴുതി കൊടുത്തിട്ട് 10 പ്രാവശ്യം എഴുതിക്കൊണ്ടിരാൻ വരുമ്പോൾ പറയാണ് ഞാൻ എന്തിനാണ് എഴുതുന്നത്, എനിക്കത് അറിയാമല്ലോ. അപ്പൊ അവർ ചോദിച്ചു, അവര് പറഞ്ഞു ശരിയല്ലേ. പക്ഷെ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ പറയുന്നത് കുട്ടി അനുസരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മുടെ കൾച്ചർ അതിനെ നമ്മൾ റീവാലുവേറ്റ് ചെയ്തേ പറ്റൂ. കുട്ടി പറയുന്നതിൽ എന്താണ് കാര്യമെന്ന് ചിന്തിക്കുക, അവരുടെ ഡയമെൻഷനിൽ പോയിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി തിങ്. നല്ല തപസ് ഉണ്ടെങ്കിലേ പറ്റും. ഒരു ദിവസത്തില് 10 പ്രാവശ്യം 2 പ്രാവശ്യം പറ്റും, 4ാമത്തെ പ്രാവശ്യം നമുക്ക് ദേഷ്യം വരും. ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാല് നമ്മൾ പുതിയ തലമുറയെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് തുല്യതയോടെ അവരോട് പെരുമാറാൻ നമ്മളെ ശീലിക്കാൻ കുറച്ച് ജെനറ്റിക്സും എവല്യൂഷനും ഒക്കെ നമ്മൾ അറിയുമ്പോഴേ മനസ്സിലാവും നമ്മളെക്കാൾ കുറച്ച് പ്രായം കൂടിയവരാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. പക്ഷെ പല ഏരിയകളിലും അവർ വീക്കാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ചോയ്സസ് ഏറ്റവും കൂടിയ ഒരു കാലത്ത് അവർ ജീവിക്കും. പണ്ട് നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു 25 വർഷം മുമ്പ് ഒരു കടയിൽ
ഡ്രസ്സ് എടുക്കാൻ പോയി. ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ വരും. 5 മിനിറ്റ് മതി നമുക്ക് ഡ്രസ്സ് എടുത്തിട്ട്. ഇന്ന് ഷോപ്പിംഗ് മാളിൽ ഡ്രസ്സ് എടുക്കാൻ പോയ ആള് 4 മണിക്കൂർ നടന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഇറങ്ങി വണ്ടി കയറി എന്നിട്ട് ആലോചിച്ചു മറ്റത് എടുക്കായിരുന്നു. എനിക്ക് മറ്റത് എടുത്താ. ചോയ്സസ് കൂടിയപ്പോ കൺഫ്യൂഷൻ കൂടി, അല്ലാതെ നമ്മുടെ കൺഫ്യൂഷൻ കുറയല്ല ചെയ്ത. നമ്മൾ ചോയ്സസ് കൂട്ടിയത് നമ്മൾ ലൈഫിനെ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൊഫെ ഒരുപാട് കാണുമ്പോൾ ചെന്നിട്ട് ഇതിൽ ഏത് എടുക്കും എന്നുള്ള പ്രശ്നത്തിന്റെ മുമ്പിലാണ്. പണ്ട് ഒരു ഇഡ്ഡലി, ഒരു വട, ഒരു സാമ്പാറാണെങ്കിൽ യാതൊരു കൺഫ്യൂഷൻ ഇല്ല. ചോയ്സസ് നമ്മുടെ ലൈഫിനെ ഈസി ആക്കുമെന്ന് നമ്മൾ കരുതിയെങ്കിലും പലപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് ആ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലോകത്തിലേക്കാണ് കുട്ടി ജനിച്ചു വീഴുന്നത്. ആ കുട്ടി എളുപ്പമല്ല. ഇതിലൊരു ഹെൽത്തി ആയിട്ടുള്ള തനിക്കൊരു പൊസിഷൻ കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മളെക്കാൾ പ്രയാസം. ഭയങ്കരമായിട്ടുള്ള പാരന്റിങ് ആവശ്യമാണ്. പുതിയ കുട്ടികൾക്ക് ഗൈഡൻസ് ആവശ്യം, എഡ്യൂക്കേഷൻ ആവശ്യം. ഇതിലേതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് വലിയൊരു നമ്മളത് അത്ര അനുഭവിച്ചിട്ടില്ല. അല്ലാണ്ട് നമ്മൾ കൊള്ളാവുന്നവരായിരുന്നുകൊണ്ടല്ല. നമ്മളാണ് ഇന്ന് ജനിച്ചിരുന്നെങ്കിൽ ഇതേ പ്രശ്നം അനുഭവിക്കും. നമുക്ക് ചോയ്സസ് ഇല്ലായിരുന്നതുകൊണ്ട് നമ്മൾ കൊള്ളാവുന്നവരായി പോയതാണ്, വേറെ വഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ കുട്ടികളോട് നമ്മൾ കമ്പാഷനേറ്റ് ആവും. കുറച്ചും കൂടി അവരെ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന, അവര് ശരിയാണെന്ന് പറയല്ല, അവരെ കുറച്ചും കൂടി വിശാലമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവും. അവര് ബോധപൂർവം ചെയ്യുന്നതല്ലത്. പിന്നെ പുതിയ കുട്ടികൾ ചെയ്യുന്ന 99% കാര്യങ്ങളും നമ്മളുടെ ഒക്കെ സ്വപ്നങ്ങളാണ്. പഴയ തലമുറ കണ്ട സ്വപ്നങ്ങളാണ് പുതിയ തലമുറയിലെ പല ആഗ്രഹം, പലതും. അല്ലെങ്കിൽ ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്തിരുന്ന കാര്യങ്ങൾ. പണ്ട് കള്ളത്തരത്തിൽ ആരും കാണാതെ ഒളിഞ്ഞു ചെയ്തിരുന്നത് ഇന്നത്തെ കുട്ടികൾ പരസ്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കള്ളം പറയുന്ന കുട്ടികൾ വളരെ കുറവ്. ഞാൻ കുറച്ച് വെള്ളം അടിച്ചിട്ടാണ് അമ്മ വന്നിട്ടുള്ളത്. എന്നെ ഒരമ്മ വിളിച്ചിട്ട് പറയണം, എനിക്ക് അവള് കള്ളുടിച്ചതല്ല മോനെ പ്രശ്നം. അവൾ എന്നോട് വന്ന് പറയണം, അമ്മ ഞാൻ കുറച്ച് വെള്ളം അടിച്ചിട്ട്. ഞാൻ പറഞ്ഞു, അത് വളരെ നല്ലതല്ലേ. അവള് സത്യസന്ധമായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, എത്ര നല്ലതാ മോള് കള്ളു കുടിക്കുന്ന. ഒന്നായി ഇനി അവളോട് പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെ ഹെൽത്തി ആയിട്ട് മദ്യപിക്കണം എന്നാ പറഞ്ഞു കൊടുക്കേണ്ടത്. കള്ളു കുടിക്കരുതെന്ന് ഒരിക്കലും പറയാം. അവള് കുടിച്ചിരിക്കും. പണ്ട് ഗുരുവിന്റെ അടുത്ത് ഈ മദ്യനിരോധനത്തിന്റെ ആളുകൾ വന്നു. അപ്പോ ഗുരു പറഞ്ഞു, എനിക്കൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം മനുഷ്യന്റെ ആത്മാന്വേഷണത്തിനേക്കാൾ ആഴത്തിൽ നടത്തിയ അന്വേഷണമാണ് ലഹരി അന്വേഷണം. അതുകൊണ്ട് കേരളത്തിൽ ഓടയിൽ കള്ളുടിച്ചെടുക്കുന്ന ആൾക്കാരാണ് ഇഷ്ടം പോലെ കാണും. പക്ഷെ പുറത്തു പോയാൽ നമ്മളത് കാണാറില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആദ്യം ചെയ്യേണ്ടത്, ഞാൻ മദ്യത്തിന് അനുകൂലമായ ആളൊന്നുമല്ല, പക്ഷെ ആരോഗ്യപരമായി മദ്യം കുടിക്കേണ്ടത് എങ്ങനെയെന്ന് കേരളീയരെ ഒന്ന് പഠിപ്പിക്കുന്നതാണ് ആദ്യം നടന്നത്. ഭയങ്കര ദേഷ്യത്തിൽ അവർ പോയത് ഇതിലൂടെ. അതായത് ക്യാൻസലേഷൻ ഒരു വഴിയല്ല. കുട്ടികളോട് നമ്മൾ ഇത് ചെയ്ത് ക്യാൻസലേഷൻ ആക്കണം. ഞാൻ പറഞ്ഞങ്ങ് അനുസരിച്ചാൽ മതി. ഞങ്ങളൊക്കെ അനുസരിച്ചാണ് വളർന്നിട്ടുള്ളത്. നമ്മളനുസരിച്ചിട്ട് സന്തോഷത്തിൽ ആരെങ്കിലും വളർന്നിട്ടില്ല? ഇല്ലല്ലോ. നമ്മൾ വളർന്നത് ശരിയല്ല. നമ്മുടെ അച്ഛനമ്മമാരൊന്നും ശരിയായിരുന്നില്ല പല കാര്യത്തിലും. കുറച്ച് കാര്യത്തിൽ മാത്രമേ ശരിയായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മളെ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. അത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അതായിരുന്നു അന്നത്തെ ശരി. അതുകൊണ്ട് നമ്മളൊക്കെ എങ്ങനെയാണ് വളർന്നത് എന്നതുകൊണ്ട് നമ്മൾ അത് ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളോട് പറയാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ആസ്വദിക്കാത്തത് അത് റാഗിങ് സിസ്റ്റമാണ്. ഞാൻ അനുഭവിച്ച് നീ അങ്ങനെ സുഖിക്കണ്ട. ഒരു ജലസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ജെനറ്റിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകും. കുട്ടികളോട് മാതാപിതാക്കൾക്ക് ജലസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സഹിക്കും. അവർ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ടീച്ചേഴ്സാണ് ഏറ്റവും അപകടം. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു സ്കൂളില് ഇരുന്നിട്ട് പൊട്ടിച്ചിരിക്കുക എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റില്ല പഴയ തലമുറ.
ഞാൻ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. ഇപ്പൊ ഒരു കുട്ടീനെ എന്നോട് പറയാണ്, ഒരു പെൺകുട്ടി, ഞാൻ ഒരു സ്കൂളിൽ പോയപ്പോ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് ടീച്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങൾക്കുള്ള വിഷമം, സങ്കടങ്ങൾ പറയാം. ഞാൻ ടീച്ചേഴ്സിനോട് വെച്ച് നിങ്ങൾക്ക് പറയുന്നുണ്ട്, കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ ഇല്ല പറഞ്ഞിട്ട്. ഒരു പെൺകുട്ടി എടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മുൻപിലുള്ള ഒരു മാവിന്റെ ചോട്ടില് ഞാനും എൻ്റെ സുഹൃത്തും ഇരുന്നിട്ട് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ടീച്ചർ ഇറങ്ങി വന്നിട്ട്, നിനക്കൊന്നും തേവിടിച്ച് കളിക്കാനുള്ള സ്ഥലമല്ല ഇതൊന്നും, തന്നെ നാടില്ലേ. ഞാനങ്ങ് എൻ്റെ തൊലി ഉരിഞ്ഞു പോയി സാർ. അപ്പൊ ടീച്ചറോട് നിൽക്കുന്നത്. അപ്പൊ ടീച്ചറോട് ചോദിച്ചു. ടീച്ചർ പറയാണ്, ഞാൻ എങ്ങനെ പറയാതിരിക്കും, അവര് മരച്ചോട്ടിൽ നിന്നിട്ട് പൊട്ടിച്ചിരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഒരു ആൺകുട്ടി പെൺകുട്ടി പൊട്ടിച്ചിരിച്ച് സംസാരിക്കുന്നത് തെറ്റാണെന്ന് പരസ്യമായിട്ട് പറയാൻ ആ ടീച്ചർക്ക് ഒരു മടിയില്ലെങ്കിൽ അത് എത്രമാത്രം ശരിയായിട്ടാണ് അവരുടെ ഉള്ളിലിരിക്കുന്നത് എന്നുള്ളത്. പൊട്ടിച്ചിരിക്കുക എന്നൊരു അച്ചടക്കമില്ല എന്ന് പറയും. അപ്പൊ വളരെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, പബ്ലിക്കായിട്ട് ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മൂല്യമായിരുന്നില്ല നമുക്ക്, ഒരിക്കലും മൂല്യം. ഇപ്പൊ ഇവിടെ നമ്മൾ നടക്കുമ്പോ, കടപ്പുറത്ത് പോകുമ്പോ ഹസ്ബൻഡും വൈഫും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് നമുക്കൊന്നും പ്രത്യേകിച്ച് തോന്നുന്നു. അവരിങ്ങനെ സ്നേഹം വരുമ്പോൾ കെട്ടിപ്പിടിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ഗുരുനിത്യയുടെ ക്ലാസ്സിൽ ഫേൺഹില്ലിൽ ആദ്യമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. ഗുരുനിത്യ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ക്ലാസ് എടുക്കുന്നത് സൗന്ദര്യ ലഹരിയാണ്. ശങ്കരാചാര്യ സൗന്ദര്യ ക്ലാസ് എടുത്ത് ഗുരു ഇങ്ങനെ പ്രണയത്തിന്റെ ഭാവങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ജെയ്ക്ക് എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരനും ആളുടെ വൈഫും ക്ലാസ്സിലുണ്ട്. അപ്പൊ ആൾക്കങ്ങ് ഭാര്യയോട് പ്രേമം വന്നിട്ട് ക്ലാസ്സിൽ ഭാര്യനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുക. ആ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന സമയത്ത് ഗുരു ക്ലാസ് നിർത്തിയിട്ട് ഇങ്ങനെ വളരെ സന്തോഷത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് അവർ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോ അത് ആ സന്തോഷം പഠിപ്പിച്ച ഗുരു ക്ലാസ് തുടരുകയാണ്. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. നമ്മളതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതൊരു വലിയ ഗുരു സ്വാമി ദിവ്യമായ ഒരു പുസ്തകം ക്ലാസ് എടുക്കുമ്പോൾ രണ്ടുപേര് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുക, സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഈ സ്നേഹത്തോടെ പ്രണയത്തോടെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. അത് ദിവ്യമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്, ചെയ്യുന്നത് നമുക്ക് സഹിക്കും. നമ്മൾ അത്തരം മോശം ആയിട്ട് സഹിച്ച് സപ്രസ് ചെയ്തിരിക്കുന്നതിനെ കൾച്ചറിന് തെറ്റിദ്ധരിച്ചാൽ കൂടുതൽ എക്സ്പ്രസ് ചെയ്ത് പോകുന്നതിന്റെ കോംപ്ലിക്കേഷൻസ് വേറെ, അതിനെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ശരിയായിരുന്നു എന്ന് മാത്രം പറയാം. പഴയ കാലം വളരെ കുറച്ച് ശരികളും കൂടുതൽ തെറ്റുകളും. കൂട്ടുകുടുംബത്തിന്റെ മഹത്വത്തെ കുറിച്ച് എല്ലാവരും പറയും. ഞാൻ കൂട്ടുകുടുംബത്തിൽ ജനിച്ചാൽ ഇത്തരം ദുരിതം പിടിച്ചൊരു ജീവിതം വേറെ എവിടെ ഉണ്ടാവും. ഒരാൾ ജീവിക്കുന്ന ആളും ബാക്കിയുള്ളവരൊക്കെ അയാൾക്ക് വേണ്ടി ജീവിക്കുന്നത്. ആ ആൾക്ക് അസ്വസ്ഥത വന്നാൽ ബാക്കിയുള്ളവരൊക്കെ അസ്വസ്ഥരായി പോകും. ഉണ്ടാൻ പറ്റില്ല. ചിരിച്ചാൽ വിവിധം. അയാൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷം. അയാൾക്ക് മൂഡ് ഔട്ട് ആണെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചു കഴിയണം. ഒരു റൈറ്റും ഇല്ല ഹാപ്പി ആയിട്ടില്ല. ആളുടെ ആ കുടുംബനാഥന്റെ മൂഡാണ് ബാക്കിയുള്ളവരെ മുഴുവൻ ഭരിക്കുക. അവിടെ എന്ത് സമാധാനമുണ്ട്? ഞാൻ എൻ്റെ വീട്ടിലാണ്. വല്യപ്പ ഇങ്ങനെ ഇരിക്കും കസാല, വല്യമ്മ താഴെ മുറുക്കാൻ ചെല്ലായിട്ട് ഇരിക്കും. വല്യമ്മ ഇങ്ങനെ മുറുക്കാൻ ഉണ്ടാക്കി കൊടുക്കും, വല്യപ്പ അത് കഴിക്കും. അപ്പൊ ആരെങ്കിലും വീട്ടിലേക്ക് കയറി വന്നാല് വല്യപ്പ പറയാം, ആ ഇവത്തോ ഒരു കട്ടൻ ചായ. അയാൾക്ക് കട്ടൻ ചായ കൊടുക്കണോ, പാൽ ചായ കൊടുക്കണോ, വെള്ളം കൊടുക്കണോ എന്ന് വല്യപ്പന് തിരിക്കും. അപ്പൊ വല്യമ്മ താഴെ ഇരിക്കും. വല്യമ്മ അകത്തേക്ക് വിളിച്ചിട്ട് എൻ്റെ ഉമ്മാട് പറയും, പാത്തോളെ ഒരു കട്ടൻ ചായ. അപ്പൊ ഉമ്മ കുഞ്ഞുമാട് പറയും, അതായത് ഉപ്പാടെ അനിയന്റെ ഭാര്യ, മൈമൂന ഒരു കട്ടൻ ചായ എടുത്തോ. ഇതിങ്ങനെ ഹെയർ ആർക്കി അനുസരിച്ച് കുഴപ്പമില്ല. എന്നിട്ട് അവസാനം മറിയക്കുട്ടിയും കമലാക്ഷിയും ഉണ്ട് അടുക്കളയിൽ. മറിയക്കുട്ടി കമലാക്ഷിയോട് പറഞ്ഞു, കമലാക്ഷി ഒരു ചായ ഇട്ടേക്കും. എന്തെങ്കിലും ഒരു ദിവസം ഒരാൾ കയറി, എന്തായാലും ദിവസം കട്ടൻ ചായ ഇടുന്നതല്ലേ, ഇയാൾക്ക് കൊടുക്കുന്നതല്ലേ. ഈ വല്യപ്പായും വല്യമ്മയും പറയുന്നതിന് മുമ്പ് ഉമ്മ അടുക്കളയിൽ കമലാക്ഷിനെ വിളിച്ചിട്ട് കമലാക്ഷി ഒരു കട്ടൻ ചായ എടുത്തു എന്ന് പറഞ്ഞാൽ അന്ന് കുടുംബകലഹം, കൂട്ടുകുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു. ഹെയറാർക്കി ബ്രേക്ക് ചെയ്യുന്നിടത്ത്
നമ്മുടെ വാല്യൂസ് ഒക്കെ നഷ്ടപ്പെടും. ഹെയറാർക്കി ബ്രേക്ക് ചെയ്ത ഒരു കാലത്തിലാണ് നമ്മളൊക്കെ ചെയ്യും. എന്റെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ അച്ഛൻ 11 മണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ അമ്മ 11 മണിക്ക് പിടിയാ. അപ്പുറം എന്താ എങ്ങോട്ടാ പോകുന്നു, പഠിച്ച 11 മണിക്ക് തന്നെ പോകുന്നു, ഒരു സിസ്റ്റം ഇല്ല. അപ്പൊ ഈ ഭയങ്കര ബിലീഫാണ് അച്ഛൻ പറയുന്നത് തെറ്റാണ് കിട്ടാൻ പോകുന്നത്. അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ അല്ലായിരുന്നുകൊണ്ടാണല്ലോ നമ്മളിപ്പോ അങ്ങോട്ട് മുമ്പോട്ട് നടന്നത്. തെറ്റല്ലായിരുന്നുവെങ്കിൽ ആ സിസ്റ്റം ഇവിടെ നിലനിൽക്കും. അല്ല, അങ്ങനെ ഒരു കൺസെപ്റ്റ് എനിക്കും എന്റെ ആരും അമ്മയോട് ഞാൻ ചോദിച്ചിട്ടില്ല, പറഞ്ഞു. ഈ ഒരു കോൺടെസ്റ്റ് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് വന്നത് നമ്മളിതിനെ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. ഒരു സിസ്റ്റം കൃത്യമായി ഹാർമോണിയസ് ആണെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് പുറത്തു പോകാൻ ആരും ആഗ്രഹിക്കില്ല. ആ വീട്ടില് ഒരാൾക്ക് സ്വന്തം കാലിൽ നിൽക്കാവുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായപ്പോൾ അയാൾ ആദ്യം ആലോചിച്ചത് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ. കാരണം എന്താ, എപ്പോഴും ശ്വാസം വിടാൻ പറ്റും. അതെന്തുകൊണ്ട് നമ്മൾ ആലോചിക്കും? നമ്മളെ പുറത്തുനിന്ന് കാണുന്ന ഹാർമണി അകത്തില്ല, അധികമല്ല. അത് നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടുന്നവരെ അത് നമുക്ക് രസമായിരിക്കും. നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും എല്ലാ സ്വാതന്ത്ര്യം വരുമ്പോഴാണ് നമ്മൾ ശ്വാസം മുട്ടൽ അനുഭവിക്കുക. അതുവരെ അത് രസമാണ്. അതുവരെ നമ്മൾ ഓൺ സ്പേസ്. ഇപ്പൊ നമ്മൾ വീടുകളിൽ നോക്കാം. ഇനിയിപ്പോ ഒരു വീട്ടിൽ വന്നു, ഒരു അച്ഛനും അമ്മയും വീട്ടിൽ വന്നു, അവർക്ക് 4 മക്കളും ഉണ്ടായിരുന്നു. 4 മക്കളും അച്ഛനമ്മയും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കും. പക്ഷെ അവിടെയും അവരുടെ ഭൗതിക സാഹചര്യം കൂടുമ്പോൾ അറിയാതെ സംഭവിക്കുന്നത് എന്താണ്? ഓരോ മുറിയിലും ഓരോ TV വരും. ഓരോരുത്തര് ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം എടുത്തിട്ട് അവരവരുടെ സ്പേസിൽ പോയിരുന്ന് കഴിക്കും. ഇത് കൂട്ടുകുടുംബത്തിൽ നിന്ന് വേറെ വീട്ടിൽ വന്ന് അതേപോലെ ഇത് നമുക്ക് ഭയങ്കര പ്രോബ്ലം ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യും. അത് പ്രോബ്ലം അല്ല. അത് ഭക്ഷണം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് നല്ലതാണ്. കഴിക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല. ഓരോരുത്തർക്ക് വിശക്കുമ്പോഴാണ് ഓരോരുത്തർ കഴിക്കേണ്ടത്. ഒരുമിച്ചിരിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരിക്കണം എന്ന് പറയാൻ പാടില്ല. ഒരുമിച്ചിരിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കണം. അതും ഇപ്പൊ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആണ്. വീട്ടിലുള്ളവര് ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. പക്ഷെ ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്ന് പറയുന്നത് അത്ര ക്വാളിറ്റിയാണ്. വിശക്കാത്ത സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല. ഇല്ല. അപ്പൊ ഈ വാല്യൂസ് മാറുമ്പോ നമുക്ക് സഹിക്കാൻ പറ്റില്ല. പുതിയ കുട്ടിയും ഭക്ഷണം എടുത്തിട്ട് നേരെ മുകളിലേക്ക് പോകുന്നത് ഇങ്ങനെ വിഷമത്തോടെ നോക്കിയിരിക്കുന്ന അച്ഛനമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി വന്ന് നമുക്ക് വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളുടെ താല്പര്യം അനുസരിച്ച് നമ്മൾ വീട് വെച്ചിട്ട് കൂട്ടുകുടുംബത്തിൽ നിന്ന് വന്ന് മാറി പോന്നിട്ടുണ്ടല്ലോ. അത് ഈ മുറിയിലേക്ക് പോയ പോലെ വന്ന വരവാണ്. അത് നമുക്ക് മനസ്സിലാവില്ല. അത് നമ്മൾ സമ്മതിക്കില്ല. അതിന്റെ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പറയാം. അത് നമുക്ക് ഇവർക്കും പറയാനുണ്ട് കാര്യം. എന്താകും, എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പീസ്ഫുൾ ആയിട്ട് കഴിക്കാൻ പറ്റും. ആയിക്കോട്ടെ, എന്തിനാണ് അവരങ്ങനെ കഴിച്ചോട്ടെ. ഇടയ്ക്കൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുക, അത് മതി. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒറ്റ കാര്യമാണ്, പഴയതൊക്കെ ശരിയാണെന്ന് പറയുന്ന നിർബന്ധ ബുദ്ധി ഒഴിവാക്കണം. അത്രേ ഉള്ളൂ. അല്ലാതെ പുതിയതൊക്കെ ശരിയാണെന്നല്ല. പുതിയതെല്ലാം ശരിയാണെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ പഴയതൊക്കെ ശരിയാണെന്ന് പറയുന്ന ഒരു ശീലവിധേയമായ കണ്ടീഷൻഡ് ആയിട്ട്, കണ്ടീഷൻ ഉള്ള വാക്കിന്റെ ഞാൻ കേട്ട ഏറ്റവും ശീലവിധേയത്വം, അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. അതിന് നമ്മൾ നമ്മുടെ റിലീജിയസ് ഫ്രെയിമിനെ ബ്രേക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ സ്പിരിച്വൽ, അതിനൊരു സ്പിരിറ്റ് വേണം. ഗുരു നിത്യ ആദ്യമായിട്ട് അമേരിക്കയിൽ വന്നൊരു കഥ. ഗുരു 69, 70s വരുന്നത്. അപ്പൊ ആളൊരു സന്യാസിയായിട്ട് ജീവിച്ച ആളാണ് നാട്ടിൽ. നമ്മുടെ നാട്ടിൽ ഒരു സന്യാസി പിന്നെ നല്ല ആൾക്കാരെ ആര് കണ്ടാലും റെസ്പെക്ട് ചെയ്യും, നമസ്കരിക്കും, ബഹുമാനിക്കും ഒക്കെ ചെയ്യുന്ന ബഹുമാനം മാത്രമേ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളൂ സന്യാസിന് ശേഷം. അമേരിക്കയിൽ വന്നു, അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടില്. അപ്പൊ അവര് ജോലിക്ക് പോയിരിക്കും, മോള് മാത്രമേ ഉള്ളൂ. വാതില് മുട്ടി. അകത്തുനിന്ന് ഒരു ശബ്ദം, യു ക്യാൻ ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞിട്ട്. ഡോറ് തുറന്ന് ഗുരു ഡോറ് തുറന്നു വരുമ്പോ കാണുന്നൊരു കാഴ്ച, ഒരു ചെറിയ ട്രൗസർ, ഒരു ബനിയൻ ഇട്ടിട്ട് ഒരു പെൺകുട്ടി ഡൈനിങ് ടേബിളിൽ കാലിട്ട് വെച്ചിരുന്ന പുസ്തകം വായിക്കുക. ഗുരുവിനെ വേണ്ടി എണീറ്റിക്കൊന്നും ചെയ്യുന്നില്ല. നോക്കിയിട്ട്, ഹായ് നിത്യ, യുവർ റൂം ഈസ് റെഡി, യു ക്യാൻ ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്.
ഗുരു പറഞ്ഞു നിന്ന് നിൽപ്പ് എന്റെ കാവിയും തൊലിയോ കുരിഞ്ഞു പോയി. ഗംഭീര പ്രയോഗം. ഞാൻ അങ്ങനെ അങ്ങ് പ്രാണൻ നൊന്നുപോയി, എന്റെ കാവി ഉരിഞ്ഞു പോയി, എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഞാൻ അങ്ങനെ അങ്ങ് ശ്വാസം പ്രാണനൊക്കെ ശ്രദ്ധിച്ചത് ഞാൻ എന്നോട് പറഞ്ഞു, നിത്യ മാനാപമാന സമമാനസനാണ് യോഗി എന്നല്ലേ, പിന്നെ നീ എന്തിനാ പിന്നെ വിഷമിക്കണം പോയി. ഭയങ്കര ഹ്യൂമറാ. ഗുരുവിന് ഫീൽ ചെയ്തു. അതേസമയം ഗുരുവിന്റെ അറിവും ഫങ്ഷൻ ചെയ്തു. ചിന്തിച്ചു. രണ്ട് ഫീൽ ചെയ്യാതിരിക്കില്ല, കാരണം അത് അറിവ് കൊണ്ട് ഫീലിങ്ങിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എന്താ വിവരം നമുക്കുണ്ടായാലും, എന്ത് തപസ് ചെയ്താലും ഫീലിംഗാണ്. ഭാഗ്യത്തിന് നമ്മൾ അപമാനിക്കപ്പെടാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു പോണതാണ് ഈ സ്പിരിച്വൽ മാസ്റ്റേഴ്സ്. ഗുരു അവിടെ നിന്നു. എന്നിട്ട് ഗുരു പറഞ്ഞു, ഞാൻ നേരെ അകത്ത് പോയി 5 മിനിറ്റ് എടുത്തു ഞാൻ നോർമലാണ്. ഞാൻ നേരെ പോയി കേട്ടല്ലേ, കാരണം എന്റെ സിസ്റ്റത്തിന് ഇങ്ങനൊരു അനുഭവം ഇല്ല, ബോഡിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ആദ്യ അനുഭവമാണ്. കാരണം എവിടെ ചെന്നാലും ആദരവ് മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. ഇത് ആദരിക്കൊന്നും വേണ്ടല്ലോ, ഭയങ്കര ഇൻസൾട്ടിങ് പോലെയാണ് പുള്ളിക്ക് അപ്പം. പക്ഷെ യോഗിയുടെ ലക്ഷണം അതല്ല. ഏത് അന്തരീക്ഷത്തിലും മാനം ഉണ്ടായാലും അപമാനം ഉണ്ടായാലും സമമാനസനായിട്ട് നിൽക്കണം എന്നാണല്ലോ, അല്ലേ നമ്മളുടെ ഋഷി സങ്കല്പന. പിന്നെ എന്തിനാ ഗുരുവിന് അസ്വസ്ഥത ഉണ്ടായാൽ അത് ഗുരു യോഗിയായിട്ടില്ല എന്നുള്ളതാണല്ലോ. ഇതാണ് ഗുരുവിന്റെ ഫൈറ്റ്. ഗുരു ഒന്ന് റിലാക്സ്ഡ് ആയി 5 മിനിറ്റ് റിലാക്സ് ആയപ്പോ കുട്ടി അവള് വന്നിട്ട് പറഞ്ഞു, ഗുരു ഞാൻ ആ പുസ്തകത്തിന്റെ അതെനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ ഞാൻ ആയിപ്പോയതാണ്, സോറി. അതുകൊണ്ട് ഗുരുവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും, അവരായിരുന്നു ഗുരുവിന്റെ അമേരിക്കയിലെ ആദ്യത്തെ ശിഷ്യ. അവര് ഗുരുവിന്റെ അടുത്ത് നിന്ന് ആത്മശതകം പഠിക്കുന്നു, ഗീത പഠിക്കുന്നു, ഗുരുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യ. പക്ഷെ ഗുരു ആ നിമിഷം ആ കുട്ടിയെ ജഡ്ജ് ചെയ്തിരുന്നു. ആ കാലുമ കാലിട്ട് വെച്ച് ഇറങ്ങിയില്ല എന്നുള്ള അശ്രീകരം പിടിച്ച കുട്ടി എന്ന് പറഞ്ഞ് എല്ലാം അവളുടെ തലയിലേക്ക് ഇട്ടിരുന്നെങ്കിൽ ഗുരു അവളെ അടുപ്പിക്കില്ല. പക്ഷെ ഞാൻ എന്തിനാണ് അസ്വസ്ഥനായത് എന്നുള്ള ക്വസ്റ്റ്യനാണ്. അതിനെയാണ് സ്പിരിച്വാലിറ്റി. ആ ആൾ എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി എന്ന് പറയുന്നതാണ് റിലീജിയസ് മൈൻഡ്. കുറച്ചുകൂടെ, കാരണം നമ്മൾ ശീലിച്ചതിന് എതിരായിട്ട് എന്ത് സംഭവിക്കുമ്പോഴും നമ്മൾ അസ്വസ്ഥരാകുമ്പോൾ ചായ മധുരം കുറവ് മതി. നമ്മൾ അസ്വസ്ഥരാകുമ്പോൾ നമ്മളുടെ ബോധം റിലീജിയസ് ആയിട്ടിരിക്കുന്നു. നേരെ മറിച്ച് പുറത്തുള്ള ആൾ എങ്ങനെ പ്രതികരിക്കുമ്പോഴും അത് ശരിയാവണമെന്നുണ്ട്. എന്റെ ബോധത്തിന്റെ അസ്വസ്ഥതയെ എന്റെ പ്രോബ്ലമായിട്ട് തിരിച്ചറിഞ്ഞ് അതിനെ ക്യാൻസൽ ചെയ്ത് അതിനെ സമാധാനത്തിലാക്കുക എന്ന് പറയുന്നതിന് പ്രയോറിറ്റി കൊടുക്കുന്ന ബോധമാണ് സ്പിരിച്വൽ ആയിട്ടുള്ളത്. അത് എളുപ്പമല്ല, അറിവ് കൊണ്ട് അത് പറ്റില്ല, അത് പ്രാക്ടീസാണ്. ഗുരു പറയുന്നത്, ഞാൻ 10-25 കൊല്ലമായിട്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്റെ ബോഡിക്ക് ഇത് പരിചയമില്ല. അത് പുതിയ അനുഭവം. അതുകൊണ്ട് അറിവ്, എത്ര അറിവും നമ്മുടെ DNA-ക്ക് ഏൽക്കൂല. നമ്മുടെ ജീനിന്റെ ബ്രാഹ്മിൻസ് അവരുടെ കയ്യിൽ കുറച്ച് താടികളെ അവർ കുറച്ച് വലിയ പഠിച്ചിട്ടുണ്ടാന്ന് പറയും. സംസ്കൃതങ്ങളിലെല്ലാം നമ്മളെ അപ്പൊ അവർക്ക് അതിന്റെ വലിയ മന്ത്രങ്ങളും വലിയ സ്ഥിതി ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇവർ ഹിമാലയസ് ഇപ്പൊ കഴിക്കുന്ന എങ്ങനെയാ വെച്ചാൽ കണ്ണ് മാത്രം ഓപ്പൺ ആകും, ബാക്കിയെല്ലാം. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഇവർ കാണും സെയിംസ് ആയിട്ടുള്ള ഒറിജിനലി ഉള്ള, അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനലി ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അങ്ങനെ വസ്ത്രമൊക്കെ വളരെ മിനിമേ കാണത്തുള്ളൂ, എല്ലാ തണുപ്പാണെങ്കിൽ. പക്ഷെ ഇവര് ഇത്രയും അറിവ് ഉണ്ടെന്ന് ധരിച്ചാൽ പോലും ഇവർക്ക് അത് സസ്റ്റെയിൻ ചെയ്യാനും ഒന്നും പറ്റും. അപ്പൊ എനിക്കറിയാവുന്നതാണ് കറക്റ്റ് സെയിന്റിന്റെ ചോദിച്ചു, ഈ തണുക്കത്തില്ലേനോ, അതായത് തിരിച്ചു ചോദിച്ചു ഒരേ ഒരു ചോദ്യമുള്ളൂ, വൈ യു ആർ നോട്ട് ക്ലോസിംഗ് യുവർ ഐസ്? നിങ്ങളുടെ കണ്ണ് തണുക്കത്തില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പുന്നത്? കണ്ണ് തണുക്കുമെന്നുള്ളത് നമുക്ക് നല്ലതായിട്ട് അറിയാം, പക്ഷെ കണ്ണടച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ കണ്ണ് മാത്രം ക്ലോസ് ചെയ്തു. അതായത് തണുക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഉള്ളിലെ വിചാരം തണുക്കുന്നില്ല എന്നാണ്. യഥാർത്ഥം അവിടെ നിന്ന് നടക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് എന്റെയും കാര്യം. അങ്ങനെ മൊത്തത്തിൽ തണുക്കുന്നില്ല എന്നെ സ്ട്രോങ് ആയ ബിലീഫാണ് എന്നെ പറഞ്ഞാണ്. ചില ആൾക്കാരുണ്ട് ബോഡി അല്ല, അവരത് പ്രാക്ടീസ്, ഇപ്പോ അവർക്കെല്ലാം മെഡിറ്റേഷൻ നന്നായിട്ട് അറിയാൻ ആൾക്കാർ. പല തരത്തിൽ. ഇപ്പൊ നമ്മളവിടെ ഈ
ഈ നിശ്ചലത, ഈ ഒരു നമ്മളൊരു സ്റ്റില്ലായിട്ടിരുന്നാല് സ്റ്റിൽനെസ് നമുക്ക് ചൂടിനെ കുറവ് അനുഭവിപ്പിക്കാൻ സഹായിക്കും. മൂവ്മെന്റ് തണുപ്പിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഞാൻ ഹിമാലയത്തിൽ പോയി 2 മാസമൊക്കെ താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നടന്നുകൊണ്ടിരുന്ന തണുപ്പ് കുറച്ചാണ്. പിന്നെ ഈ ഞാൻ ഗോമുഖിന്റെ തീരത്ത് താമസിക്കുന്ന ഒരു കുടിലേറ്റി താമസിക്കുന്ന ഒരു യോഗിയുടെ കൂടെ 2 രാത്രി ഗോമുഖിന്റെ തീരത്ത്. അദ്ദേഹം രാവിലെ ഒറിജിന്റെ അവിടെ രാവിലെ എണീറ്റിട്ട് ഈ ഗംഗയിൽ പോയി കുളിച്ചിട്ട് അങ്ങനെ തന്നെ വന്നിരിക്കും. എന്നിട്ട് എന്നോട് പറയും, നമ്മളവിടെ ഒരു 8 കമ്പിളി വെച്ചിട്ടാണ് കിടക്കുന്നത്. കാരണം വിരലവിടെ തൊട്ടാൽ മതി, അവിടെ വിരല് പിന്നെ വെട്ടി കളയണ്ടേ, അങ്ങനത്തെ തണുപ്പ. അദ്ദേഹം പറയാം, വന്നതിന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഹീറ്ററിന്റെ അടുത്തിരിക്കും. ബോഡി അവർക്ക് ഈ പ്രാണായാമത്തിലൂടെ ശരീരത്തിൽ ചൂട് ഉൽപ്പാദിപ്പിച്ച് പ്രസരിപ്പിക്കാൻ പറ്റും. പ്രാണായാമം കുറവാ. ചെയ്യണം, നമുക്ക് ചായ ഉണ്ടാക്കി തരിക, ചോറുണ്ടാക്കി തരിക, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കും. ഒക്കെ ചെയ്ത് നമ്മളെ ഊട്ടും. ഇതൊക്കെ ഒന്ന് പ്രാക്ടിക്കൽ ആക്കാനായിട്ട് ഡയറീസിലേക്ക് എന്തെങ്കിലും ഒരു 2 കാര്യങ്ങളാണ്. ഒന്ന് ഫസ്റ്റ് ഈ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതിനെന്തെങ്കിലും കണ്ടിന്യൂസ്ലി കേട്ടോണ്ടിരിക്കാനോ ഇത് കണ്ടോണ്ടിരിക്കാനോ നമ്മൾ നിരന്തരം ഡിസ്കസ് ചെയ്യുകയും നമ്മുടെ പ്രായത്തിലും പൊസിഷനിലും പവറിലും ജെൻഡറിലും നമ്മളിൽ കുറഞ്ഞവർന്ന് കരുതുന്നവരുടെ ഇടയിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. നമ്മളൊക്കെ കുറഞ്ഞു കരുതാൻ പ്രാക്ടീസ് ചെയ്യുക, അവരെ ഈക്വലായിട്ട് കണ്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഓരോ സിറ്റുവേഷനിൽ ഇപ്പൊ നമ്മൾ വീട്ടിലൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കും, കുട്ടികളൊക്കെ വിളിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഒരു TV വാങ്ങിക്കാൻ തീരുമാനിക്കും, ഇന്നതാണ് വാങ്ങിക്കാം. അത് അവര് പറയണത് വാങ്ങിക്കൊന്നും വേണ്ട, നമുക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചാൽ. പക്ഷെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് തുടക്കം. എനിത്തിങ്, ഭക്ഷണം, നമുക്കിന്ന് ഈ ആഴ്ച മെനു എന്തൊക്കെ ആവാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് എളുപ്പമല്ല, നമ്മൾ ഇഷ്ടമുള്ള വാങ്ങിച്ചുകൊണ്ടിരേ ചെയ്യാം. പലയിടത്തും അങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിന് പകരം നമ്മളോട് ചേർന്നിരിക്കുന്നവരോട് ഡിസ്കസ് ചെയ്യുക എന്നുള്ള ഒരു ഫാക്കൽറ്റി ഡെവലപ്പ് ചെയ്യാന്ന് നമ്മുടെ ബ്രെയിനിൽ ഇല്ല, കുറവാണ്, വളരെ കുറവാണ്. എല്ലായിടത്തും നമ്മളെവിടെയും എല്ലായിടത്തും വായിക്കുന്നതും ബുക്കുകളും എല്ലാ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ കുട്ടികളോട് മാതാപിതാക്കള് ഇന്നത്തെ കാലത്താണ് ഇങ്ങനെ അവരോടുള്ള അപ്രോച്ച് മാറ്റണം, അവരോട് എങ്ങനെ ശരിയാക്കി എടുക്കണം, അല്ലെ അവരോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, ഇങ്ങനെയുണ്ടാവാം. കുഞ്ഞുങ്ങളെ തിരിച്ച് മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം അത് കുഞ്ഞുങ്ങളോട് പറയേണ്ട കാര്യമാണ്. പക്ഷെ അത് ഞാൻ അവിടുത്തെ ഒരു ബുക്കോ ഒരു ലേഖനമോ അങ്ങനെ കാരണം ഇതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ട് തുടങ്ങിയെന്ന് കരുതുക, ഹെൽത്തി ആയിട്ട് നാച്ചുറൽ ആയിട്ട് അവരിൽ ഒരുപാട് ഏരിയാസ് ചേഞ്ച് ആവും. ഒരിക്കലും കുട്ടികള് സജഷൻസ് ലിസൺ ചെയ്യില്ല. അവരോട് നല്ല സൗഹൃദത്തിലായാൽ ഒരു സുഹൃത്തിനെ മാത്രമേ ഇനി കുട്ടികൾ ലിസൺ ചെയ്യൂ. അച്ഛനെ ലിസൺ ചെയ്യില്ല, മദർഹുഡ് ലിസൺ ചെയ്യില്ല, ഫാദർഹുഡ് ലിസൺ ചെയ്യില്ല, അങ്കിൾഹുഡ് ലിസൺ ചെയ്യില്ല. ഫ്രണ്ട്സ് ആയാൽ കുട്ടികള് അത് അച്ഛൻ ഫ്രണ്ടാവും. ഇത് പുതിയ കാലത്തെ വാല്യൂ എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് അറ്റ് എനി റിലേഷൻഷിപ്പ്. ഇനി ഭാര്യ ഭർത്തൃ ബന്ധം ഒരിക്കലും ഹെൽത്തി ആവില്ല അവര് ഫ്രണ്ട്സ് അല്ലെങ്കിൽ. പണ്ട് ഭാര്യ ഭർത്താവും ഫ്രണ്ട്സ് ആവണം എന്നൊരു നിർബന്ധമല്ല. ഇന്ന് ഫ്രണ്ട്സ് അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞാൽ അവളെ പാട്ടിലാണ്, അവന്റെ പാട്ടിൽ. എനി റിലേഷൻഷിപ്പ്, അധ്യാപകരും കുട്ടികളും തമ്മിൽ ഫ്രണ്ട്സ് ആവുക എന്ന് പറഞ്ഞാല് എല്ലാം അനുസരിക്കലോ എല്ലാം അനുവദിക്കലോ ഒന്നുമല്ല. ഒരു ഫ്രണ്ട് പറയുന്നത് കേൾക്കുള്ളൂ. അഡ്വൈസ് എന്നുള്ള ഒരു ടോണിന്, അഡ്വൈസ് എന്ന് പറയുന്നത്, അതുകൊണ്ടല്ലേ ഇപ്പൊ അമ്പലങ്ങളും പള്ളികളൊക്കെ അടച്ചുപൂട്ടി തുടങ്ങിയില്ലേ. അഡ്വൈസ് എന്ന് പറയുന്ന ഒരു ടോൺ ബ്രെയിനിന് നമുക്ക് ഇഷ്ടമാണോ? നമുക്ക് എന്തെങ്കിലും ഇഷ്ടമായിട്ട്
പക്ഷെ അപ്പോൾ ഈ പേരൻസ് ഒരു ഗൈഡൻസ് കൊടുക്കണ്ടേ കുട്ടികൾക്ക്? വേണ്ടെന്നാണോ? വേണം, ശിക്ഷണം വേണം തീർച്ചയായും. അത് അവരെ കറക്റ്റ് ചെയ്യുന്നതല്ല ശിക്ഷണം എന്ന് പറയുന്നത്. ഒരു ഫോർ എക്സാമ്പിൾ ഗുരു പറയുന്ന ഒരു കാര്യം, നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വന്നാൽ നിങ്ങൾ അവർക്ക് വന്ന ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് അത് ചെയ്ത് ശീലിപ്പിക്കുക. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് ഒരാൾ വന്നാൽ അവരെ വെള്ളം കൊടുത്തിട്ട് അവർക്ക് വെള്ളം കൊണ്ടുകൊടുക്കുക. ഇടയ്ക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഒരു ശിക്ഷണമാണ്. രണ്ടാമത്തത്, അവരവരുടെ വസ്ത്രം അലക്കി ശീലം, ബെഡ്ഷീറ്റ് മടക്കി വെച്ച് ശീലം. അത് പറഞ്ഞ അനുസരിച്ച് അല്ല, നമ്മൾ ചെയ്യുന്നവർ കാണണം. നമ്മളൊന്നും അല്ല, ചെയ്യണം. ചെറിയ പ്രായത്തിൽ ചെയ്യിപ്പിക്കണം. ചെറിയമായിട്ട് ചെയ്യുവാൻ ടീനേജ് ആയാൽ പിന്നെ നമ്മൾ അവരെ പാട്ടിന് വിടുക. ടീനേജ് വരെ മാത്രമേ ഇടപെടാനുള്ള റൈറ്റ് നമുക്കുള്ളൂ. നമുക്ക് ടീനേജിൽ അവരെ വിടുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സ്വതന്ത്രമായ ഒരു സ്പേസിലാണ് മക്കളെ വളർത്തിയിട്ടുള്ളതെങ്കിൽ ടീനേജ് ആയാലും അവരൊരിക്കലും നമ്മളെ ലിസൺ ചെയ്യും. അവരവരെ മാത്രം ലിസൺ ചെയ്യും. തിരിച്ചാണ് നമ്മൾ വിചാരിക്കുക. നേരെ വിട്ടേക്കണം. അപകടകരമായ ഘട്ടങ്ങളിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. അത്രയും വഴക്ക് എന്നല്ല, ഒന്നും കേൾക്കൂല. നിങ്ങൾ ഫ്രീഡം കൊടുത്ത കുട്ടിയാണ്. പക്ഷെ ചെറുപ്പം മുതൽ അവരോട് നല്ല സുഹൃത്തായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഫ്രീഡം കൊടുക്കലും സുഹൃത്താവുന്നതിന് വ്യത്യാസം. ചെറിയ പ്രായം മുതൽ ഒരു കൂട്ടുകാരനോടെന്ന പോലെ അവരോട് അങ്ങോട്ടും അവർക്ക് ഇങ്ങോട്ടും ഇടപഴകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യത്തിൽ അവരോട് പറയാം, സംസാരിക്കാൻ പറ്റും. പക്ഷെ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഒരു സ്പേസിലാണ്, സ്വാതന്ത്ര്യം കൊടുത്താണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നതെങ്കിൽ ഒരു കാര്യം നമ്മൾ തുടക്കം മുതൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം, എനിക്ക് ടീനേജ് കഴിഞ്ഞാൽ എനിക്കൊരു ഉത്തരവാദിത്വമില്ല. തിരിച്ചു വരാൻ അല്ലല്ലോ, അത് നമ്മുടെ ഇന്ത്യൻ സങ്കല്പം. കേരളത്തിന് തിരിച്ചു വരലില്ലല്ലോ. അവര് മുമ്പോട്ട് പറക്കല്ലേ ചെയ്യുന്നത്. അതില്ല, നമ്മളുടെ അവര് വേറൊരു ഫ്രെയിമിലാണ് ജീവിക്കുന്നത്. ഒന്നാമത് ടീനേജ് കഴിഞ്ഞ കുട്ടികളെ കുറിച്ച് അവര് പിന്നെ എന്ത് ജീവിക്കും, എങ്ങനെ ജീവിക്കും? നമ്മൾ കൃത്യമായ ജീവിതം ജീവിക്കുന്നവരാണ്. നമ്മൾ ജീവിക്കുന്ന ജീവിതം കൃത്യമാണ്. ആര് പറഞ്ഞു കൃത്യമാണ്? നമ്മുടെ അച്ഛനമ്മമാർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് നമ്മളെ കുറിച്ച്, എന്തെങ്കിലും നന്നാവും വിചാരിച്ചിട്ട്. നമ്മള് എന്തോ ശരിയായ ജീവിതം ജീവിക്കുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് അവരെന്തെങ്കിലും തിരിച്ചു വരുമോ നമ്മൾ ചോദിക്കുന്നത്. ഇതൊരു ട്രയൽ ആൻഡ് എറർ ജേണിയാണ്, മനുഷ്യന്റെ ജേണി അല്ല. മനുഷ്യന്റെ യാത്ര എന്ന് പറയുന്നത് ട്രയൽ ആൻഡ് എറർ ജേണിയാണ്. ശരിയായ ഒരു ജീവിതം ഇവിടെ ആരും ജീവിച്ചിട്ടില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കും. ശരിയായ ഒരു ജീവിതം മോഡലാക്കി വെക്കാൻ ഒരു മോഡൽ ലൈഫ് ഇവിടെ ആരും ജീവിച്ചിട്ടില്ല. മനുഷ്യൻ പലതരം ജീവിതം ജീവിച്ചു നോക്കി മുമ്പോട്ട് പോകും. നമ്മളതൊക്കെ തന്നെ ചെയ്യും. നമ്മൾ പറയുന്നത് എന്താ, അവിടെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്, നമുക്കൊന്ന് പോയിട്ട് ടേസ്റ്റ് നോക്കാം എന്നല്ല പറയുന്നത്. എന്നാണ് നീ ഇനി സാമ്പാറിലേക്ക് തിരിച്ചു വരിക എന്ന് പറയണില്ലല്ലോ. അപ്പൊ പുതിയ കുട്ടികള്, മനുഷ്യൻ സമാധാനം തേടി, ആനന്ദം തേടി, സന്തോഷം തേടി അവരവരുടേതായിട്ടുള്ള ലോകങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ട്രയൽ ആൻഡ് എറർ ജേണിയാണ്. അത് മൂക്കിടിച്ച് വീണിട്ടൊക്കെ നടക്കുള്ളൂ. നമ്മൾ കുട്ടികൾ 2 കാലിൽ നടക്കുന്നത് വരെ എത്ര പ്രാവശ്യം മൂക്കിടിച്ചുകൊണ്ടിട്ടുണ്ട്. അവർക്ക് തെറ്റുപറ്റിയെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് വീഴൂലേ, നടക്കുമ്പോൾ വീഴില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും എണീറ്റ് നടക്കാൻ സഹായിക്കും. വീണ്ടും വീഴും, വീണ്ടും എണീറ്റ് നടക്കാൻ സഹായിക്കും. ഒരു ദിവസം 2 കാലിൽ നടക്കും. ഇതേപോലെയാണ് ഇമോഷണൽ ബോഡി. ഇമോഷണൽ ബോഡിയിൽ 2 കാലിൽ നടക്കാൻ കുറേ സമയം. അവര് പല തരത്തിലുള്ള, നമുക്ക് സ്പേസ് കിട്ടുമ്പോഴാണ് നമ്മൾ ട്രയൽ ആൻഡ് എറർ ജേണി നടത്തി തുടങ്ങുക.
അപ്പൊ നമ്മള് സ്വന്തമായിട്ട് വീടുണ്ടാക്കി താമസിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ നമ്മൾ ഓരോ സ്ഥലം കാണാൻ പോകാനും ഓരോ ഭക്ഷണം കഴിക്കാൻ പോകാനും. അതുവരെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം മാത്രം കഴിച്ച് സഹിച്ച് ജീവിക്കുകയല്ലേ ചെയ്തിരുന്നേ. എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് സ്പേസ് കിട്ടുമ്പോഴേ നമ്മൾ ചെയ്യുള്ളൂ. നമ്മളെക്കാൾ സ്പേസ് ആണ് നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അവർ എക്സ്പ്ലോർ ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ അപ്പുറത്തേക്ക് നടന്ന് അവർ ട്രയൽ ആൻഡ് എറർ ജേണികൾ നടത്തും. നമ്മൾ നോക്കി നിൽക്കേണ്ടി വരും. വീഴുമ്പോൾ പോയി പിടിച്ചെണ്ണയിപ്പിച്ച് നടക്കാൻ സാധിക്കും, മാത്രമേ നടക്കൂ. ഗൈഡൻസ് നമ്മൾ അവിടെ അങ്ങോട്ട് പോയിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റില്ല. ടീനേജ് ജനറലി പറയാം. അവർ വിളിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ 16 വയസ്സ് വരെ കേട്ടു. നമ്മൾ വിട്ടുകൊടുത്ത് അതൊന്നുമില്ല, അത് അങ്ങോട്ട് കുറഞ്ഞു വരും. അപ്പൊ അത് നോക്കണ്ട. അവര് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ടീനേജ് വരെ നമ്മൾ വൃത്തിയായിട്ട് ജീവിക്കുക എന്നുള്ളതും നമ്മൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അവരായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ അവര് ജീവിക്കാൻ പോകുന്ന ജീവിതം എന്താണെന്ന് പടച്ചതമ്പുരാന് പോലും അറിയില്ല. അവരിലേക്ക് ഒരു അവയർനെസ് കൊണ്ടുവന്നാൽ അവർക്ക് ഫ്യൂച്ചറിൽ എന്താണ് മിസ് അത് ചെയ്യുന്നത്, നമ്മൾ ജീവിക്കുന്നത് അവർ കാണും. അല്ല അവർക്ക് ഇപ്പൊ ഇന്നത് പഠിച്ചില്ലെങ്കിൽ അവർക്ക് എന്താണ് മിസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫർദർ ഒരു 4 years 5 years ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇന്റർവ്യൂവിനെ കാണിച്ചു കൊടുത്താൽ സംതിങ് ലൈക്ക് നമ്മൾ വളരെ പീസ്ഫുൾ ആയിട്ടും വളരെ മൂല്യവത്തായ ജീവിതം ജീവിക്കുന്നവരെ കണ്ടു വളരും. ഒരു കുഞ്ഞും കേട്ട് പഠിക്കില്ല, കണ്ടു പഠിക്കും. നമ്മൾ കുട്ടികളെ നമ്മൾ നടക്കുന്ന പോലെ നടക്കുക, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കുക, നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക, നമ്മൾ ബിഹേവ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്യുക. കേട്ട് പഠിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ജീനുകൾക്കില്ല. പക്ഷെ വളരെ ഇമിറ്റേറ്റ് ജീവിക്കുന്നവരുടെ കുട്ടികളും വളരെ പാലിച്ചു പോകാറുണ്ട്. ആര് പറഞ്ഞു? തലതിർക്കിലല്ലെന്നായിരിക്കും. നമ്മളിലൂടെ ഒരു കുഞ്ഞ് വരുമ്പോ നമ്മളിലൂടെ വരുന്നു എന്നേ ഉള്ളൂ. ജിബ്രാൻ പറയുന്നതാണ്, നിങ്ങളിൽ നിന്നല്ല ഒരു കുഞ്ഞുണ്ടാവുന്നത്, നിങ്ങളിലൂടെ വരുന്നു എന്നേ ഉള്ളൂ. വരുന്നത് നമ്മുടെ ജീന് മാത്രമൊന്നുമല്ല. ഇപ്പൊ ബിൽ ബ്രൈസ് എന്ന് പറയുന്ന ഒരു റൈറ്റർ, ആളുടെ ഒരു ബുക്കുണ്ട്, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവരിത്തിങ്. അതിലാള് പറയണത് ഒരു കുഞ്ഞെന്ന് പറയുന്നത് മനുഷ്യനുണ്ടായ കാലം മുതൽ ഉണ്ടായിട്ടുള്ള സർവ്വ സംസ്കാരങ്ങളുടെയും സംഘാതമാണ്. അല്ലാണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കുടുംബ പാരമ്പര്യമല്ല. അത് നമ്മൾക്ക് പരിമിതമായ അറിവിലിരുന്ന് പഠിച്ചപ്പോഴാണ് നമ്മളുടെ തലമുറയുടെ ഭാഗമായിരുന്നു. മനുഷ്യ സംസ്കാരത്തിന്റെ ഒരു എക്സ്റ്റൻഷനാണ് കുഞ്ഞ്. അതിൽ നമ്മളുടെയും കൂടി കുറച്ച് പങ്കുണ്ട്. അതുകൊണ്ട് കുഞ്ഞ് വളർന്നു വരുമ്പോ എന്തായിത്തീരുന്നുള്ളത്, പണ്ട് കാലത്ത് എന്തുകൊണ്ടാണ് ഒരു കർഷകന്റെ മകൻ ഡോക്ടറുടെ മകൻ ഡോക്ടറായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീനുകൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതിരുന്നുകൊണ്ടാണ്. അത് മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ. അതുകൊണ്ട് അതായി തീർന്നതാ. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമ്പോൾ ഹിറ്റ്ലറാവും ചിലര് മുസോളിനി ആവും, ചിലര് ബുദ്ധനാവും. ഹിറ്റ്ലറുടെ വീട്ടിൽ ജനിച്ച ആള് ബുദ്ധനാവും, ബുദ്ധന്റെ വീട്ടിൽ ജനിച്ച ആള് ഹിറ്റ്ലറാവും. ഒന്നും പറയാൻ പറ്റില്ല. ഇതുണ്ടാവുന്നതാണ്. കാരണം നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ നമ്മളിലേക്ക് വരുന്നതിന്റെ അളവിന്റെ വ്യത്യാസം നമുക്കത് പറയാൻ പറ്റില്ല. ഒരാൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും. ഇപ്പൊ നമ്മള് 7 ആള് 7 പോസ്റ്ററിലല്ല ഇരിക്കുന്നത്. ഇത് നമ്മൾ കോൺഷ്യസ്ലി ചൂസ് ചെയ്ത പോസ്റ്റർ അല്ലല്ലോ. ഇത് എങ്ങനെ നമ്മൾ ഈ പോസ്റ്ററിൽ, എന്തുകൊണ്ട് ഞാൻ ഈ പോസ്റ്റർ ചൂസ് ചെയ്തു എന്ന് പഠനം നടത്തിയാല് അത്ഭുതകരമായ ഇതേപോലെ ഇനിയിരിക്കാൻ പറ്റില്ല. നമ്മൾ തെരഞ്ഞെടുത്ത പോസ്റ്റർ അല്ല അതൊന്നും ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന വാക്ക് എനിക്ക് ഈസി ആയിട്ട് പറയാവുന്ന ഒരു പോസ്റ്റർ എന്റെ ബോഡി ചൂസ് ചെയ്തു. അത് ഏറ്റവും ഈസി ആയിട്ട് കേൾക്കാവുന്ന രീതിയിൽ ഇരിക്കാവുന്ന പോസ്റ്റർ ബോഡി ചൂസ് ചെയ്ത, നമ്മൾ കോൺഷ്യസ്ലി ചൂസ് ചെയ്ത. ഇതിന്റെ നമ്മളിപ്പോ ഇവിടെ ഇരുന്നതിന്റെ ഇടയിൽ ഒരു 50 പോസ്റ്ററിലെങ്കിലും ചിലപ്പോൾ ഇരുന്നിട്ടുണ്ടാവും, മാറി നമ്മൾ അറിഞ്ഞിട്ട് പോലില്ല. ഒരു ക്യാരക്ടർ ഫോർമേഷൻ എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള റീസൺ ഒന്നും നമുക്കറിയില്ല. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഒരാളുണ്ടായിരിക്കുമ്പോൾ, അത് കുഞ്ഞാവട്ടെ ആരാവട്ടെ, പരമാവധി മര്യാദയിൽ, തുല്യതയിൽ, സ്നേഹത്തിൽ, കരുണയിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളോട് കൺസേൺ കാണിച്ച് വളരുന്നത് അവര് കണ്ടു വളരുകയാണെങ്കിൽ ആ ഒരു ഇൻപുട്ടും കൂടി അവരിലേക്കും ചേരും.
അത് മാത്രമല്ല, there are many inputs out there. ഇതും കൂടി അതിൽ ചേരും. നാളെ എന്താണ് അവരിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്, റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത് ഒന്നും നമുക്ക് പറയാനില്ല. നമ്മൾ നന്മ പകർന്നു കൊടുത്തത് കൊണ്ടല്ല ഒരു കുട്ടിയും നന്മയുള്ളവരായി തീരുന്നത്. ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച വാൽമീകി ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാല് പാസ് ചെയ്യുന്ന നമ്മള് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന പെർസ്യൂട്ട് ഉണ്ടാകുന്ന വ്യത്യാസമാകും. അത് മാത്രല്ല, ഒരുപാട് റീസൺ ഉണ്ട്. ചിലപ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചു വീണിട്ട് റോഡിലൂടെ നടന്നു പോകുന്ന ഒരാളെ കണ്ടത് ഒരു പക്ഷെ എന്റെ ജീവിതം മുഴുവൻ നന്മയിൽ ജീവിക്കാൻ കാരണമാവും. ഒരു ചെറിയ കാര്യം കണ്ടത്, ഒരു അനുഭവം മതി. ചിലപ്പോ ഒരു ചെടിക്ക് ഒരാൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടിട്ട് ജീവിതം മുഴുവൻ ഈ സർവ്വ ജീവജാലങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച മനുഷ്യരുണ്ടായിരുന്നു. ചെറിയൊരു ഇൻസിഡന്റ്. ലോകത്ത് മുഴുവൻ നന്മ കണ്ടിട്ടും ഒരു ഇറ്റ് നന്മ പോലും ജീവിക്കാത്ത മനുഷ്യരുണ്ട്. അപ്പൊ എന്താണ് നമ്മളെ നന്മയിലേക്ക് എത്തിക്കുന്ന റീസൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ദൈവാനുഗ്രഹ ഹേതുകം എന്നാണ് അതിനെ പണ്ട് കാലത്ത് ഋഷിമാരൊക്കെ വിളിച്ചത്. പറയാനാവാത്ത കാരണത്താൽ എന്നാണ്. അതുകൊണ്ടാണ് ദൈവാനുഗ്രഹ കാരണം എന്ന് പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് ഒരാൾക്ക് സമാധാനത്തിൽ ഇരിക്കുന്ന ഒരാള് എനിക്ക് സമാധാനം ഉണ്ടായത് ഞാൻ ധ്യാനിച്ചത് കൊണ്ടാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ധ്യാനം ഇരുന്നിച്ചിരിക്കുന്നുണ്ടാവും. ഇവിടെ 10 കൊല്ലമായിട്ട് ധ്യാനിച്ച് സമാധാനം കിട്ടാത്ത മനുഷ്യരാണ് പലരും. ധ്യാനത്തിന്റെയും കൂടി പങ്കതിലുണ്ടായിരിക്കാം. ധ്യാനിച്ചത് കൊണ്ട് മാത്രം ഒരാൾക്ക് സമാധാനം ഉണ്ടാവില്ല. സമാധാനം ഉണ്ടാവുന്നത് ദൈവാനുഗ്രഹ ഹേതുകം. നമുക്കറിയില്ല ഒരാൾ സ്വസ്ഥനായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരിക്കലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും സമാധാനമായിട്ട് ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ട്. എല്ലാ സ്നേഹവും എല്ലാം ഉണ്ട്, സ്വസ്ഥതല്ല. നമുക്കറിയില്ല. അതുകൊണ്ടാണ് അവരതിനെ ഗ്രേസ് എന്ന് പറഞ്ഞത്, ബ്ലെസ്സിങ് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് ഞാൻ സ്വസ്ഥനായിട്ടിരിക്കുന്നു? ഞാൻ ധ്യാനിച്ചത് കൊണ്ടാണെന്ന് ലോകത്തൊരു യോഗ്യം പറഞ്ഞിട്ടില്ല. അറിവുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ടില്ല. ദൈവാനുഗ്രഹം കൊണ്ട് എന്ന് പറഞ്ഞു. റിയൽ ആയിട്ട് അറിയാം. ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ അൺനോൺ എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ മനസ്സിലായത്. അറിയില്ല. അതുകൊണ്ട് നമ്മൾക്കൊരു കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു വണ്ടറാണ്. എന്തുകൊണ്ടാണ് എൻ്റെ നാവ് പല്ലിന്റെ ഇടയിൽ കുടുങ്ങാത്തത് സംസാരിക്കുമ്പോ എന്ന് ഞാൻ അറിയാൻ പോയാൽ ഞെട്ടിപ്പോവും. ഒന്ന് ആലോചിച്ചു. ഞാൻ ഈ സംസാരിക്കുമ്പോ ഈ പല്ലിന്റെ ഇടയിൽ കുടുങ്ങാലോ? ഒരിക്കൽ പോലും പല്ലിന്റെ ഇടയിൽ കുടുങ്ങാതെ കൃത്യമായിട്ട് സംസാരിക്കുന്നു. വൈ? നമുക്ക് അതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വണ്ടറാണ് അത്. ഒരു നമുക്ക് ഉത്തരവൊന്നും കിട്ടില്ല. കൃത്യമായി ഉമിനീര് വരും. തൊണ്ട വരളാൻ തുടങ്ങുമ്പോഴേക്കും ഉമിനീര് വരും. എന്നിട്ട് അതിനെ നനച്ചിട്ട് പോകും. കറക്റ്റായിട്ട് ഇമ കിട്ടും. കണ്ണ് നനയുന്നു. എന്താണ് ഈ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത് എനിക്ക് കൊറോണ വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ 3 ദിവസം കഴിഞ്ഞ് ആ തട്ടിപ്പോകുന്ന ഡോക്ടർമാരൊക്കെ പറഞ്ഞ് കിടക്കുകയാണ്. 80% ലങ്സിനെ എഫക്ട് ചെയ്ത് മരണം ഉറപ്പാണ്. ഇപ്പൊ എന്റെ മുൻപിലൂടെ ഇങ്ങനെ അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്ന ബോഡിയാണ് ഇങ്ങനെ കാണുന്നത്. കോയമ്പത്തൂർ ഹോസ്പിറ്റൽ ഏതൊരു പഴഞ്ചൻ ഒരു ഗോഡൌൺ ആണ് ICU ആക്കിയിട്ടുള്ളത്. സാധാരണ ICU ഒരു വൃത്തിയില്ല. ഓരോരുത്തരെ കൊണ്ടുവന്നവിടെ കെടുത്തും. 10 മിനിറ്റ് കഴിയുമ്പോൾ മരിക്കും പോവും. ഞാനും അതിൽ മരിക്കേണ്ട ആളാണ്. 80% എഫക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് സ്റ്റെറോയിഡ് തരുന്നു. എനിക്കാണെങ്കിൽ ഒരു സിംറ്റം ഇല്ല. അത് കൊറോണയുടെ ഒരു ലക്ഷണമാണ്. ശ്വാസം മുട്ടുണ്ട്. അതിന് ഒരു ഓക്സിജൻ മാസ്ക് വെച്ചുകൊണ്ട് വേറെ കുഴപ്പങ്ങൾ, വേദനയില്ല, പനിയില്ല, തലകറക്കില്ല. പക്ഷെ 80% എഫക്റ്റ്. എന്നിട്ട് ഒരുവിധം നോർമലായപ്പോൾ എന്നെ മുറിയിലേക്ക് മാറ്റി. ഞാൻ ആദ്യത്തെ ദിവസം പല്ല് തേക്കില്ല. നമ്മള് പല്ല് തേക്കാൻ കൊടുത്ത ക്ഷീണം മാറാൻ 4 മണിക്കൂർ പല്ല് തേക്കണം. ഇത് പല്ല് തേച്ചിട്ട് എനിക്ക് മനസ്സിലായി. പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റ വന്ന് കിടപ്പാണ്. 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നോർമലായത്. ടോയ്ലറ്റിൽ പോണത് ആലോചിക്കാൻ തന്നെ എനിക്ക് പേടിയാണ്. ചെറിയൊരു ഫോഴ്സ് കൊടുക്കാണ്ടുമ്പോഴത്തേക്കും ക്ഷീണിച്ച് തളർന്ന് ഒരു 500 മൈൽ നടന്ന ക്ഷീണം. ആ ഒരു ആഴ്ച ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മൾ എത്ര ഊർജം ഉപയോഗിച്ചിട്ടാണ് ജീവിക്കുന്നത് നമ്മൾ അറിയണില്ല. ഈ വർത്തമാനം പറയാൻ
ഈ കയ്യിപ്പോ ഇവരിങ്ങനെ ഇങ്ങനെ ഒന്ന് അമർത്താൻ അത്ഭുതകരമായ ഒരു ഫങ്ഷൻ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അതെനിക്ക് കൊറോണ വന്നപ്പോഴാണ് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല, ആ എനർജി ഇല്ല. അപ്പൊ ഉള്ളപ്പോ നമ്മൾ ഒരിക്കലും ഉള്ളതിന്റെ വാല്യൂ നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. അത്ഭുതകരമായ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കോടിക്കോടി വർഷങ്ങളിലൂടെ ഇവോൾവ് ചെയ്തു വന്ന പലതരത്തിലുള്ള ട്രയൽ ആൻഡ് എറർ ജേണി നടത്തി വന്ന ഒരു റിഫൈൻഡ് ബോഡിയാണ് ഇരിക്കുന്നത്. ഒരു റെസ്പെക്ട് നമ്മൾ കൊടുക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ആത്മാവിനെ അന്വേഷിച്ചെടുക്കണം. ഇതന്നെയല്ലേ ആത്മാവ്. സമയം കുറയില്ലേ? നമുക്ക് നിർത്താലേ? വളരെ സന്തോഷം കേട്ടോ, ഇവിടെ യാദൃശ്ചികമായിട്ടാണെങ്കിലും ഇവിടെ വരാനും ഇങ്ങനെ എല്ലാവരെ കാണാനും കുറച്ചു നേരം വർത്താനം പറയാനൊക്കെ കഴിഞ്ഞു.